നമസ്കാരം. ഒടുവിൽ യുദ്ധമേഘങ്ങൾ അകലുകയാണ്. കനത്ത പോരാട്ടം നടന്ന 24 മണിക്കൂറിനൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 3:35 പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചു നടത്തിയ സംഭാഷണത്തിലാണ് വെടിനിർത്തലിന് ധാരണയായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ സംബന്ധിച്ച ആദ്യ വിവരം നൽകിയത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും 48 മണിക്കൂർ ഇരുഭാഗത്തോടും സംസാരിച്ച് വെടിനിർത്തലിന് പ്രേരിപ്പിച്ചു. മറ്റന്നാൾ 12 മണിക്ക് സൈനിക തലത്തിൽ അടുത്ത ഘട്ടം ചർച്ച നടക്കും. ലോകം ആശ്വാസം കൊള്ളുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും സാവധാനം സമാധാനത്തിൽ. ഈ വിഷയത്തിൽ ശ്രീ വേണു രാജാമണി, മുൻ നെതർലൻഡ്സ് അംബാസിഡർ, ശ്രീമതി ലിസ് മാത്യു, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്, ശ്രീ M ഇന്ദ്രബാലൻ, റിട്ടയർഡ് മേജർ ജനറൽ, മോഹൻ വർഗീസ്, അധ്യാപകൻ, ശ്രീ രഘുനാഥ് നായർ, മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ലഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ, മുൻ ഓഫീസർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വേണു രാജാമണി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് 5:35 ഈ കാര്യം ലോകത്തെ അറിയിക്കുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും രണ്ടു പക്ഷവുമായി 48 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. അവിടെ ഒരു സൊല്യൂഷൻ ഉരുത്തിരിഞ്ഞുവെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇന്ത്യ ഒരു ഘട്ടത്തിലും മൂന്നാം കക്ഷി ഇടപെടൽ എന്നുള്ളത് ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രൂസിന് അതല്ലെങ്കിൽ ഒരു DGMO തല ചർച്ചകൾക്കും പിന്നീട് സീസ് ഫയറിനും ഒരു ത്വരകമാകാൻ ഈ അമേരിക്കൻ ഇടപെടലിന് കഴിഞ്ഞു, അല്ലേ? അമേരിക്കൻ ഇടപെടൽ മാത്രമല്ല, സൗദി അറേബ്യയും ഇതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സൗദി അറേബ്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫോറിൻ അഫയേഴ്സ് ഇന്ത്യയും പാകിസ്ഥാനും സന്ദർശിച്ചു. സൗദി ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തി. അതുകൊണ്ട് ഇതിന്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായും അമേരിക്കയ്ക്കും സൗദിക്കും ആണ് ഞാൻ നൽകുന്നത്. അമേരിക്കയുടെ പ്രചോദനത്തോടു കൂടിയാണ് ഇരു രാജ്യങ്ങളിലും ഇത്ര പെട്ടെന്ന് ഒരു സീസ് ഫയറിലേക്ക് വന്നെത്തിയത്. ഈ വെടിനിർത്തലിന്റെ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ 48 മണിക്കൂർ വളരെ കലുഷിതമായിരുന്നു. ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാന്റെ എയർബേസുകൾ, അതും റാവൽപിണ്ടിയിലെ എയർബേസ് വരെ ആക്രമിക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ സൈനിക ലക്ഷ്യങ്ങളെയും ഇന്ത്യൻ സിവിലിയന്മാരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങൾ ഡ്രോൺ അറ്റാക്കിന്റെ നിഴലിലായി. അങ്ങനെ അഭൂതപൂർവമായ ഒരു സ്ഥിതിവിശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുമ്പോഴാണ് 3:35 ആദ്യത്തെ DGMO തല ചർച്ചകൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടായത് എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ്? തീർച്ചയായും വളരെയധികം സ്വാഗതാർഹമാണ്. യുദ്ധം ഒരു പ്രശ്നത്തിനും ഒരു പരിഹാരമല്ല. യുദ്ധമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ്. ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്നും ടെലിവിഷൻ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തും ഉള്ള സിവിലിയൻസ്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ ഇത്രയും പെട്ടെന്ന് വന്നത് വളരെ സ്വാഗതാർഹമായിരുന്നു. ഇത് അത്രയ്ക്ക് വലിയൊരു സർപ്രൈസ് അല്ല. നിങ്ങൾ TV ചാനൽസ് എല്ലാം യുദ്ധം ഒരുപാട് നീണ്ടു നിൽക്കും എന്ന് മട്ടിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്തു നോക്കിയാൽ അവർ ആവർത്തിച്ച് പറഞ്ഞത് ഇന്ത്യയുടെ നടപടി നോൺ എസ്കലേറ്ററി ആണ്, പ്രൊപ്പോർഷനറ്റ് ആണ്, മെഷേർഡ് ആണ്, റെസ്പോൺസിബിൾ ആണ്. ഇങ്ങനത്തെ വാക്കുകളാണ് എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇന്ത്യ ഇത് വലിയ വിപുലമായ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ പാകിസ്ഥാനും ടെററിസ്റ്റിനും ഒരു മെസ്സേജ് നൽകുവാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കടന്നാക്രമിക്കുമ്പോൾ അതിനൊരു മറുപടി നൽകണം. പാകിസ്ഥാന്റെ അതിർത്തിയെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കടന്ന് ആക്രമിക്കാനുള്ള ഒരു അധികാരം നമുക്ക് നൽകാൻ സാധിക്കില്ല എന്നത് കാണിക്കാൻ വേണ്ടി അവരുടെ ഒരു പ്രത്യാക്രമണങ്ങൾ നടത്തിയതാണ്. പക്ഷെ ആ പ്രത്യാക്രമണങ്ങളും അവരൊരു വിപുലമായ യുദ്ധത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണവും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു, ഇന്ത്യ വെടിനിർത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്, ഇന്ത്യ ആക്രമണം നിർത്തണം, അത് നിർത്തിയാൽ ഞങ്ങളും തയ്യാറാണ് എന്ന് ഈ ട്രംപിന്റെ പ്രഖ്യാപനം വരും മുമ്പ് തന്നെ പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ഈ 4 ദിവസം കൊണ്ട് നടന്ന ഹോസ്റ്റിലിറ്റീസ് ഇരുവശവും അന്യോന്യം അയച്ച
പൊളിറ്റിക്കൽ മെസ്സേജിങ് ആണ്. അതിൽ വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, ഒരുപാട് സിവിലിയൻസിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സിവിലിയൻസിന് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കൊളാട്രൽ ഡാമേജ് ഉണ്ട്. എന്നാൽ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് മാത്രമായിരുന്നു, വിപുലമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ മെസ്സേജിംഗ് എന്ന് പറയുമ്പം ഡൊമസ്റ്റിക് കൺസംഷന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഈ പഹൽഗാം സംഭവത്തോടുള്ള രോഷം തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം പകരാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഇന്റർനാഷണലി അതെങ്ങനെയാണ്? അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സീറോ ടോളറൻസ് ആണ്, ഭീകരതയ്ക്ക് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകും എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? എന്താണ് അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം? അന്താരാഷ്ട്ര തലത്തിലുള്ള റെസ്പോൺസ്, ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള റെസ്പോൺസ് നമ്മൾ എടുത്തു നോക്കിയാൽ 100% രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം, ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, ഈ സിറ്റുവേഷൻ ഉടനെ തന്നെ ഡീ എസ്കലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരെ പരസ്യമായി ന്യായീകരിച്ചിട്ടുള്ള ഒരു രാജ്യം പോലും ഉണ്ടാവില്ല. എല്ലാവരും പറഞ്ഞത് ഇത് കഴിയുന്നതും പെട്ടെന്ന് നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ടെററിസത്തിനോട് ഇന്ന് ലോക സമൂഹത്തിൽ ആർക്കും പിന്തുണയില്ല. ടെററിസ്റ്റിനെതിരെ നടപടി എടുക്കണം എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു നടപടി മറ്റൊരു യുദ്ധത്തിലേക്ക് നയിക്കും എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു വേണം എന്നതാണ് ലോക സമൂഹത്തിന്റെ നിലപാട്. ഇന്ത്യ പാകിസ്ഥാനിൽ ഉള്ളിൽ ചെന്ന് ഈ ടെററിസ്റ്റിനെ ആക്രമിച്ചത് ന്യായീകരിക്കാൻ ആദ്യം രാജ്യങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ ടെററിസത്തിനെതിരെ നടത്തുന്ന യുദ്ധത്തിന് എന്നും ഇന്ത്യയോടൊപ്പം എല്ലാ രാജ്യങ്ങളും ഉണ്ടാകും. യെസ്, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ലിസ് മാത്യു കൂടി ചേരുകയാണ്. ശ്രീമതി ലിസ് മാത്യു, വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു ഡൽഹിയിലും ഇസ്ലാമാബാദിലും ഒക്കെ. ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്കയോടുകൂടിയാണ് ഇന്നത്തെ പ്രഭാതമുണ്ടായത്. കാരണം ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർബേസുകളിലേക്ക് ലക്ഷ്യം വെക്കുന്നു, ശ്രീനഗർ എയർ റെയ്ഡ് ചെയ്യുന്നു. ശ്രീനഗറിന് മുകളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഫൈറ്റർ ജെറ്റുകൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം മഞ്ഞുരുകുന്നത്. അതിൽ തീർച്ചയായിട്ടും എസ് ജയശങ്കറുമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ ചർച്ച അതിലൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദി ഫോറിൻ മിനിസ്റ്റർ രണ്ട് രാജ്യങ്ങളെയും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തിയെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും ഇവിടെ വേണു സാർ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് US-ന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടൽ, മറ്റു പല രാജ്യങ്ങളും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഫോറിൻ മിനിസ്റ്റർ എസ് ജയശങ്കറിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് മാത്രം നോക്കിയാൽ മതി. ആരൊക്കെ നേതാക്കന്മാരാണ്, ഏതൊക്കെ ഫോറിൻ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സുമാണ് അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ പറ്റി അവര് ഒരു അപ്ഡേറ്റഡ് അവർ തന്നെ ഇൻ ബിറ്റ്വീൻ ബയലാറ്ററലി ഓൾസോ ഇതിനെപ്പറ്റി നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ റീജിയനിൽ കൂടി ഒരു ടെൻഷൻ ഒരു ഗ്ലോബൽ സിറ്റുവേഷനിൽ തന്നെ താങ്ങാൻ പറ്റില്ല എന്ന് പലരും ഇതിൽ അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. അതൊന്ന്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തും ഒരു നമ്മൾ ഈവൻ സെൻസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സിനോട് ആരോട് സംസാരിച്ചാലും തീർച്ചയായിട്ടും ടെററിസത്തിന്, ഭീകരവാദത്തിന് നമുക്ക് തീർച്ചയായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കണം. പഹൽഗാമിൽ സംഭവിച്ചതിന് നമുക്ക് തിരിച്ചടി കൊടുക്കണം. എന്നാൽ തന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് പോകുന്നത് പാകിസ്ഥാനേക്കാൾ നഷ്ടം ഇന്ത്യക്കാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഈവൻ ശശി തരൂർ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൽ കൂടുതൽ നമ്മളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രോഗ്രസ്, അല്ലെങ്കിൽ നമ്മളൊരു ഈ ബാക്ക്യാർഡിൽ നടക്കുന്ന ഇതിനെ നമ്മളെ ട്രബിൾ ചെയ്യണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു കുറെ നാളുകളായി. പക്ഷെ അതേസമയം ഇന്ത്യക്ക് കുറെ വർഷങ്ങളായി നമുക്കറിയാം, ആദ്യത്തെ ദിവസം നടത്തിയ ആ ബ്രീഫിങ്ങിനകത്ത് നമ്മളെ ഒരു വീഡിയോ ഇത് കാണിച്ചു. അതിനകത്ത് തന്നെ 2001 അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാൻ സപ്പോർട്ടഡ് ടെററിസ്റ്റുകൾ നടത്തി എന്ന് ഇന്ത്യ വിശ്വസിക്കുന്ന കുറെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ നമ്മളെ കാണിച്ചു. അതിനകത്തു നിന്ന് ഇത്രയും ഈവൻ മുംബൈ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷവും
അവിടെ ആ ടെററിസ്റ്റ് സെന്റേഴ്സ് ഒക്കെ അതുപോലെ തന്നെ തുടരുകയായിരുന്നു. അതിൽ ഒരു തിരിച്ചടി കൊടുക്കണം. നമ്മളുടെ ഏറ്റവും പ്രധാന ഇന്ത്യയുടെ ഒഫീഷ്യൽസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് സെന്റേഴ്സ്, ഈ ബോർഡറിൽ അപ്പുറമുള്ള നമ്മുടെ LOC കഴിഞ്ഞിട്ടുള്ള ടെററിസ്റ്റ് സെന്റേഴ്സ് ബസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു നേട്ടം നമുക്ക് സാധിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഈവൻ ഗവൺമെന്റും ആർമിയിലുള്ള ആൾക്കാരും അവകാശപ്പെടുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഒരു ലിസ്റ്റ് പുറത്തു വന്നു ആരൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ സ്ട്രൈക്കിനകത്ത് മരിച്ചത് എന്നുള്ളതിനകത്ത്. അതിനകത്ത് ജെയ്ഷെ മുഹമ്മദ് ചീഫ് മസൂദ് അസറിന്റെ 2 ബ്രദർ ഇൻലോസ്, ഹഫീസ് മുഹമ്മദ് ജമീലും മുഹമ്മദ് യൂസഫ് അഷറും, അത് 5 ടെററിസ്റ്റ്. പിന്നെ അത് ഓൾ പാർട്ടി മീറ്റിംഗിൽ നടത്തിയ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത് എന്താണ്, അറ്റ്ലീസ്റ്റ് 100 ഇൻക്ലൂഡിംഗ് ഹാർഡ് കോർ ടെററിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ 9 സെന്ററുകൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തോടെ അവരുടെ ഒരു പ്രധാന ടെററിസ്റ്റ് ട്രെയിനിങ് സെന്റർ, അത് ഓരോന്നും ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സെന്ററിനെ നമ്മൾ അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. അതിന് ഇന്ത്യ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് കുറെ നാളുകളായി ഇന്ത്യയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിൽ ഹരാസ് ചെയ്തുകൊണ്ടിരുന്ന ടെററിസ്റ്റ് സെന്റേഴ്സിനെയും ടെററിസ്റ്റ് ഓർഗനൈസേഷനിലെ പ്രധാന ആൾക്കാരെയും നമ്മൾക്ക് തളർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബാലക്കോട്ടിൽ നമുക്ക് വേണ്ട വിധമുള്ള തെളിവുകൾ പലരും ചോദിച്ചപ്പോൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ വളരെ തെളിവുകളോടെയാണ് ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ ആർമിയും MEAയും പുറത്തു കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഭീകരതയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന ഒരു അഡ്വാൻറ്റേജ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ, ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സൈനിക ശക്തിയെ സംബന്ധിച്ച് എത്ര വലിയ നേട്ടങ്ങൾ ഈ 4 ദിവസത്തിനിടെ ഉണ്ടായി? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ, 9 ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ കൃത്യമായി പ്രിസിഷൻ അറ്റാക്കിലൂടെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ ലഷ്കർ-ഇ-തോയ്ബയുടെയും 6 കൊടും ഭീകരരെ അടക്കം വധിക്കാൻ കഴിഞ്ഞു. മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും 4 അനുയായികളും കൊല്ലപ്പെട്ടു നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ കാര്യത്തിൽ ഭീകരതയോട് 0 ടോളറൻസ് എന്നൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെറർ സെന്റേഴ്സ്, ടെറർ ലോഞ്ച് പാഡുകളാണ് ഇന്ത്യ ആക്രമിച്ചത്. 4 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ്. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ഒരു വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം അച്ചീവ് ചെയ്തു എന്ന് താങ്കൾക്ക് തോന്നുന്നു? നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന് ഒരു വലിയൊരു സല്യൂട്ട്. നമ്മൾ ഏവരും നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് ഓർത്ത് അഭിമാനം കൊള്ളേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം. കഴിഞ്ഞ 4 ദിവസങ്ങൾ നമ്മൾ കൈവരിച്ച നേട്ടമാണ് ഇന്ന് ഈ ഒരു വെടിനിർത്തലിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. അഭിലാഷ് ചോദിച്ച അടുത്ത ചോദ്യം, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം പാകിസ്ഥാനെ ഒരു കോർണർ ചെയ്തതിന് ശേഷം യാതൊരു ഡിമാൻഡ്സും ഇല്ലാതെ ഒരു പെട്ടെന്ന് 3:35 അവർ വിളിക്കുന്നു. അതായത് അവർ പറയുന്ന ടൈം ലൈനാണ്, 3:35 വിളിക്കുന്നു, നമ്മൾ 5 മണിക്ക് ഓക്കെ മതിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു. ഈ ഡിസിഷൻ എടുത്തതിനോട് എനിക്ക് പേഴ്സണലി എനിക്കൊരു അത്ര ഒരു താല്പര്യം തോന്നുന്നില്ല. നമുക്കിതൊരു നല്ലൊരു അവസരമായിരുന്നു. നമുക്ക് എന്തൊക്കെ ഡിമാൻഡ് പാകിസ്ഥാനോട് വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ, UAEയുടെ ഇൻ്റർവെൻഷൻ, സൗദിയുടെ ഇൻ്റർവെൻഷൻ എല്ലാം ഉണ്ടെങ്കിലും അവരെ കൂടെ ഉൾപ്പെടുത്തി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്കിത് ഓരോ 2 വർഷം കൂടുമ്പോഴും ഞങ്ങൾക്ക് സർജിക്കൽ സ്ട്രൈക്കും അവർ പോയി അവിടെ പ്രിസിഷൻ അറ്റാക്സും ചെയ്ത് അവരുടെ മിലിറ്റന്റ് ബേസൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ട് ഇരിക്കാൻ കഴിയില്ല. 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അവർ പൊങ്ങി വരികയാണ്. വൺസ് ഫോർ ഓൾ ഇത് സെറ്റിൽ ചെയ്യണം. അതിനുള്ള ഒരു ഡിമാൻഡ്സ് വച്ചിട്ട് ഇത് ഒരു സീസ് ഫയറിലേക്ക് നമ്മൾ എത്തിയിരുന്നെങ്കിൽ നമ്മൾ ഈ ആം ഫോഴ്സസിന് ഉണ്ടായ ഒരു നേട്ടത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വിജയം ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കും ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഉറി, കുപ്വാര, പൂഞ്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അവരുടെ ഷെല്ലിംഗ് കാരണം ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷെല്ലിംഗ് ഇവിടെ ശ്രീ ഗോകുൽ, ഇന്നലെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോഴും അവിടെ രജൌരിയിലുണ്ട്. മുമ്പില്ലാത്തവണ്ണം അതിഭീകരമായ ഷെല്ലിംഗ് ആണ്. ഇപ്പൊ ഉറി നഗരത്തെടുത്താൽ, ഉറി അതുപോലെ തന്നെ രജൌരി പോലെയുള്ള മേഖലകളിൽ സാധാരണ ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ, അവരുടെ വീടുകൾക്ക് നേരെ, അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ ഒക്കെ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് അവിടെ മരണം സംഭവിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിവിലിയന്മാരെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്നുള്ളത് വലിയ ഭീരുത്വം കൂടിയാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല ഈ അറ്റാക്ക് ഒന്ന്. സെക്കൻഡ്ലി അവർ വന്നിട്ട് ഈ എയർ സ്പേസ് സിവിലിയൻ എയർക്രാഫ്റ്റ്സിന് എയർ സ്പേസ് ഓപ്പൺ ആക്കി വച്ചിരിക്കുകയായിരുന്നു ഇന്ന് വരെ. ഇന്നാണ് അവരത് ക്ലോസ് ചെയ്തത്. അതായത് സിവിലിയൻ എയർക്രാഫ്റ്റ്സിനെയും സിവിലിയൻസിനെയും അവർ ഒരു ഷീൽഡായിട്ട് യൂസ് ചെയ്യായിരുന്നു.
അത്ര ഒരു തരം താഴ്ന്ന ഒരു രീതിയിലായിരുന്നു പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും ഒരു പ്രതികരണം. ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മുടെ വശത്തിൽ നിന്നും ഇന്ത്യയുടെ വശത്തിൽ നിന്നും ഒരു ശക്തമായ ഒരു ഡിമാൻഡ് വെച്ചിട്ട് അതിന് എന്ന് പറഞ്ഞാൽ വി ഷുഡ് മേക്ക് ദം സറണ്ടർ, അവരെ സറണ്ടർ ചെയ്യിപ്പിക്കാൻ നല്ലൊരു അവസരമായിരുന്നു. അത് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക്കലി ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ അത് മിസ്സാക്കിയോ എന്നുള്ളൊരു സംശയം എനിക്കില്ല. അതിൽ ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ എം ഇന്ദ്രബാലൻ, ഇന്നിപ്പോൾ ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർബേസുകൾ റഫീഖി, മുറീദ്, ചക്ലാല, റഹീം യാർ ഖാൻ, സുക്കൂർ അടക്കമുള്ള എയർബേസുകൾ, അതുപോലെ തന്നെ സിയാൽകോട്ടിലെ ഏവിയേഷൻ ബേസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തു, പാക് ഭൂമിയിൽ എത്തി. അതേസമയം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ അതിർത്തി ലംഘിച്ച് നടത്തിയിട്ടുള്ള ആക്രമണത്തെ എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി ടാർഗറ്റുകൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചെങ്കിലും അത് ലക്ഷ്യവേദിയായില്ല, വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷനിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ DGയുടെ കോൾ ഇന്ത്യയിലേക്ക് വരുന്നത്, സീസ് ഫയർ അംഗീകരിക്കപ്പെടുന്നത്. ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് വെച്ച മിലിറ്ററി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇതൊരു സീസ് ഫയറിലേക്ക് പോവുകയാണ് എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? തൽക്കാലം നമ്മൾ സീസ് ഫയർ പോകുന്നത് ബിക്കോസ് പാകിസ്ഥാൻ ഹാസ് എഗ്രീഡ് ടു ഗോ ടു സീസ് ഫയർ. ഇത് ലുക്സ് ലൈക്ക് ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ബ്രോക്കേഡ് സീസ് ഫയർ ആണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സംസാരിച്ചിട്ടുണ്ട് വിത്ത് ദി പാകിസ്ഥാനി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, മേ ബി ദി DGM ഓൾസോ നമ്മുടെ ഇടം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർവ്യൂ ചെയ്തിട്ട് പാകിസ്ഥാന് ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി ദേ ഹാവ് ബ്രോക്കേഡ് ഇറ്റ്. പോസിബിളി ഓൾസോ IMFന്റെ സാങ്ഷൻ കൊടുത്തിട്ടുണ്ട് 1.3 ബില്യണിന്റെ. ആ സാങ്ഷന്റെ ഇതൊരു ഡീലായിരിക്കും, ദാറ്റ് പാകിസ്ഥാൻ വിൽ അഗ്രി ഫോർ സീസ് ഫയർ. പക്ഷേ ഇതിൽ പാകിസ്ഥാൻ സീസ് ഫയർ അഗ്രി ചെയ്തിട്ട് വെദർ ദേ വിൽ ഹോൾഡ് ഓൺ ടു സീസ് ഫയർ ഓർ നോട്ട് ഐ ഡോണ്ട് നോ. ഇന്ന് രാവിലെ തന്നെ ഒരു തമിഴ് ചാനലിൽ ഐ ഹാവ് ഗിവൻ ദിസ് എൻറ്റയർ ഡീറ്റെയിൽ. മിനിമം 48 hours വി ഹാവ് ടു ഒബ്സർവ് പാകിസ്ഥാൻ. ദേ ഹാവ് ടു അവർ എല്ലാം അവരുടെ ഓൾ ആക്ഷൻസ്, ഓൾ ടൈപ്സ് ഓഫ് അറ്റാക്സ്, ഇന്ത്യയുടെ മേലെ ചെയ്യുന്ന എല്ലാം ആക്ഷൻസ് അവർ നിർത്തണം, ഇൻക്ലൂഡിങ് LOC, വാട്ട് എവർ ഈ അവരുടെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ലോങ് റേഞ്ച് മിസൈൽസും along with using their drones, all type of activities they have to dismantle. For 24 to 48 hours we have to watch അവർ എന്താ ചെയ്യാൻ പോകുന്നത്. അത് കണ്ടിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കറന്റ്ലി ഇറ്റ് ഈസ് പ്രഷർ, അണ്ടർ പ്രഷർ സീസ് ഫയർ പാകിസ്ഥാൻ എടുത്തിരിക്കുകയാണ്. അവർ ഈ സീസ് ഫയറിന് വാട്ട് ദേ ആർ ഗോയിങ് ടു ഓഫർ ടു ഇന്ത്യ, അതാണ് നമ്മൾ നോക്കേണ്ടത്. സിംപ്ലി സീസ് ഫയർ മാത്രം എടുത്തിട്ട് കാര്യമില്ല. പാകിസ്ഥാൻ ആഫ്റ്റർ ദി എൻഡ് ഓഫ് സീസ് ഫയർ ദേ മസ്റ്റ് അഗ്രി that they will dismantle terror networks. അവർ എഗ്രി ചെയ്യണം ഇനി മുതൽ ഇന്ത്യയുടെ ലാൻഡിൽ ഒരു ടെറർ അറ്റാക്കും അവരുടെ സ്പോൺസേഡ് ടെറർ അറ്റാക്ക് നടത്തില്ല, അവർ ഇന്ത്യയിലെ ഇൻഫിൽട്രേഷൻ നടത്തില്ല. അങ്ങനത്തെ കുറെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് സീസ് ഫയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇന്ത്യ സീസ് ഫയർ ഹാസ് എഗ്രീഡ് ബിക്കോസ് ഇന്ത്യ ഇനീഷ്യലി അനൗൺസ് ചെയ്തു വി ഡോണ്ട് വാണ്ട് ടു എസ്കലേറ്റ്. വി ഹാവ് വാട്ട് വാസ് അവർ ഒറിജിനൽ ഒബ്ജക്റ്റീവ്. Pahalgam India, we wanted to hit those people who carried out brutal killing in Pahalgam. Adinde avenge cheyanayittu to punish the terrorist nammal hit back cheyidu. Adu clear aanu Indiയുടെ objective. ആ ഒബ്ജക്റ്റീവ് ഇന്ത്യ 9 സ്റ്റേറ്റസ് ഔട്ട് ഓഫ് 23 9 സൈറ്റിൽ ഹിറ്റ് ചെയ്തിട്ട് വി ക്ലാരിഫൈഡ് ദാറ്റ് നമ്മൾ ടെറർ ബേസ്ഡ് ആണ് ഹിറ്റ് ചെയ്യുന്നത്. സോ വി വർ നോട്ട് എസ്കലേറ്റിംഗ്, വി നെവർ വാണ്ടഡ് ടു എസ്കലേറ്റ് ഇൻ ടു എ വാർ സിറ്റുവേഷൻ. അവർ എയിം വാസ് ടു പണിഷ് പാകിസ്ഥാൻ ആൻഡ് ദി പീപ്പിൾ ഹു ഹാഡ് carried out. പക്ഷെ പാകിസ്ഥാൻ തിരിച്ചടിച്ച കാരണം നമുക്ക് എസ്കലേറ്റ് ചെയ്യേണ്ടി വന്നു. ആ എസ്കലേഷൻ പോയി വി ഹാവ് റീച്ച്ഡ് എ ലെവൽ വേർ നമ്മൾ ഫൈനലി പാകിസ്ഥാന്റെ മിലിറ്ററി ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ അഭിലാഷ് പറഞ്ഞ പോലെ വി ഹാവ് നോട്ട് ഓൺലി ഹിറ്റ് 4-5 മോർ ദൻ 8 പാകിസ്ഥാനി എയർബേസസ്. അതിൽ സ്ട്രാറ്റജിക് എയർബേസ് കാർഡു, ബുലാരി, ജക്കോഗാബാദ്, ഇതെല്ലാം നമ്മൾ അതിനെ ഓൾമോസ്റ്റ് നോൺ ഓപ്പറേഷൻ ആക്കിയിട്ടുണ്ട്. സോ അവരുടെ സസ്റ്റൈനബിലിറ്റി പോയി. സോ ദർ ആർ മെനി റീസൺസ് ബിക്കോസ് ഓഫ് വിച്ച് Pakistan has been forced to accept ceasefire. അത് മാത്രമല്ല പാകിസ്ഥാൻ ആർമി ചീഫ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഡൂയിങ്, വെർ ഈസ് ഹി, അവരുടെ എക്സിസ്റ്റൻസിന് ഉണ്ടോന്ന് അറിയില്ല നമുക്ക്. ഈസ് നോട്ട് എനിവെയർ ഓൺ ദി എയർ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കറന്റ് കണ്ടീഷൻസിൽ പാകിസ്ഥാൻ ഇസ് അണ്ടർ ട്രെമൻഡസ് പ്രഷർ, ബോത്ത് മിലിറ്ററിലി, ഡിപ്ലോമാറ്റിക്കലി, ഓൾസോ എക്കണോമിക്. അത് കാരണം അവർ ടെമ്പററി സീസ് ഫയർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീസ് ഫയർ ഞാൻ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ. We have to see ceasefire whether how long it holds. For 12 o'clock till 12 on 12th we have to watch അവരെന്താ ചെയ്യാൻ പോകുന്നത്. And India is very clearly said, India ബ്രീഫിലും നമ്മുടെ 2 കേണൽസും കമാൻഡറും പിന്നെ കൊമോഡോർ നായരും പറഞ്ഞിട്ടുണ്ട്
in case they don't abide by ceasefire, അവർ ഏതെങ്കിലും ceasefire break ചെയ്യണമെങ്കിൽ any action of terror happening in India responds the right to respond. So ഇതൊരു very unstable situation. It's not a stable ceasefire yet. Until 48 hours, we do not know. Yes. So we have to be prepared entirely. നമ്മുടെ guard down ചെയ്യാൻ പറ്റില്ല. We have to be prepared both in the civilian side and the military side to respond to Pakistan. ഒരു വേർഡ്സ് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. We have to prepare military. തീർച്ചയായിട്ടും. അപ്പോൾ 12-ാം തീയതിയുടെ മീറ്റിംഗ് വളരെ ക്രൂഷ്യലാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ വേണു രാജമണി, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അമേരിക്കയുടെ സമ്മർദ്ദം ഈ പെട്ടെന്നുള്ള വെടിനിർത്തലിന് ഒരു കാരണമായി. അമേരിക്ക കനത്ത സമ്മർദ്ദം പാകിസ്ഥാന് മേൽ ചുമത്തി എന്ന് മാത്രമല്ല, IMFന്റെ ബെയിൽ ഔട്ട് ഇന്നലെയാണ്, നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് IMFന്റെ ലോൺ സാങ്ഷനായത് ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്. അതിൽ അമേരിക്ക വെച്ച പ്രധാനപ്പെട്ട ഒരു ഈ IMF ലോണിന് വേണ്ടി വെച്ചൊരു പ്രധാനപ്പെട്ട സമ്മർദ്ദം ഇമ്മീഡിയറ്റ് സീസ് ഫയർ എഗ്രി ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും സ്ഥിരീകരിക്കാറായിട്ടില്ല. ആഗോള തലത്തിൽ വന്നിട്ടുള്ള പ്രഷർ പാകിസ്ഥാന് മേൽ, ഇപ്പോൾ പാകിസ്ഥാൻ DG ഇങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവുന്നത്. ആഗോള തലത്തിൽ വന്ന പ്രഷർ, വിശേഷിച്ച് അമേരിക്കയുടെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ഒരു ഘടകമായി മാറി കാണുമോ? സാർ മ്യൂട്ടാണെന്നും സംശയം. തീർച്ചയായും ആഗോളതലത്തിലുള്ള പ്രഷർ പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും മേലിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളെയും ലോക സമൂഹം, പ്രത്യേകിച്ചും അമേരിക്കയും സൗദി അറേബ്യയും ഒരു സീസ് ഫയറിലേക്ക് നീങ്ങുവാനും എസ്കലേറ്റ് ചെയ്യാനും പ്രോത്സാഹനം നൽകിയിരുന്നു. ഇതിൽ ഇന്ത്യ തുടക്കം മുതൽക്കേ ഒരു മോഡറേറ്റ്, മെഷേർഡ്, പ്രൊപ്പോർഷനറ്റ് ആക്ഷൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ രാജ്യമാണ്, ഒരു വിപുലമായ യുദ്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവര് മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഇന്ത്യ അവരെ അടിച്ചു, അതിനുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ്. ഇരുവശങ്ങളിലും ഒരു ഫേസ് സേവിങ് നടത്തിക്കൊണ്ട് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി വഴി നോക്കുകയായിരുന്നു. ആ വഴിയാണ് അമേരിക്കൻ ഇടപെടൽ തുറന്നു വെച്ചത്. അതിൽ IMFലെ ലോൺ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും IMFൽ പാകിസ്ഥാന് വേണ്ടി $1 ബില്യൺ റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ അനുവാദത്തോടു കൂടിയേ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ IMFനുള്ളിൽ ബിഗസ്റ്റ് ഷെയർ ഹോൾഡർ അമേരിക്കയാണ്. ഏറ്റവും ശക്തമായ വോയിസ് അമേരിക്കയുടേതാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് എടുത്തൊരു തീരുമാനമാണ് ആ പണം റിലീസ് ചെയ്യാനായിട്ട്. ഇന്ത്യക്ക് ഒറ്റയ്ക്ക് അത് തടയാൻ സാധിക്കില്ലായിരുന്നു. ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ഘടകമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ആ പണം റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്ന് അമേരിക്ക ഇടപെട്ട് ഇരു രാജ്യങ്ങളോടും എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അതിനോടൊരു നോ പറയാൻ പാകിസ്ഥാന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ്, അമേരിക്ക എത്ര പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറാണ് എന്നുള്ളത് നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇന്ത്യക്കും അതിനോടൊരു നോ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ അമേരിക്കൻ ഇടപെടൽ ഇരു രാജ്യങ്ങൾക്കും സൗകര്യമായി ഫേസ് സേവിങ്ങോടുകൂടി ഈ ഒരു സീസ് ഫയറിൽ എഗ്രി ചെയ്ത് വെടിനിർത്തുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലപാടുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ദിവസം ചൈനയുടെ പ്രതികരണം ഇറ്റ് ഈസ് റിഗ്രറ്റബിൾ എന്ന ഒരു വാചകത്തിൽ ചൈനയുടെ കണ്ടംനേഷൻ ഒതുങ്ങിയിരുന്നു. അതിനുശേഷം വളരെ പ്രകടമായ ഒരു നിലപാട് ചൈന എടുത്തിരുന്നില്ല. ഇന്ന് ഇത് എസ്കലേറ്റ് ചെയ്തപ്പോൾ ഇരു കക്ഷികളും എസ്കലേഷന് ശ്രമിക്കണം എന്നായിരുന്നു ചൈന നിലപാടെടുത്തത്. ചൈന പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട രക്ഷകർത്തൃത്വ രാഷ്ട്രമാണെങ്കിലും പ്രകടമായ ഒരു നിലപാട് ചൈന എടുത്തില്ല. അതുപോലെ തന്നെ OIC പാകിസ്ഥാൻ അനുകൂലമായ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നെങ്കിൽ പോലും ഈ കോൺഫ്ലിക്റ്റിനിടയ്ക്ക് വളരെ സജീവമായി ഏതെങ്കിലും രാജ്യം, തുർക്കി ഒഴികെയുള്ള ഒരു രാജ്യവും പാകിസ്ഥാന് അനുകൂലമായി വളരെ ശക്തമായ ഒരു നില സ്വീകരിച്ചില്ല. ഇത് ഇന്ത്യക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദം കുറച്ചതായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞ ഈ രാജ്യങ്ങളുടെ എല്ലാം പ്രതികരണം നമ്മൾ ഒരു പരിധിവരെ പ്രതീക്ഷിച്ചിരുന്നു കാണണം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ചെയ്തത് ഒരു ബാലൻസിങ് ആക്ട് ആണ്, ഒരു പ്രസ്താവനയല്ല. അവർ പല പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ആദ്യം പെഹൽഗാമിലെ സംഭവം ഉണ്ടായിരുന്നപ്പോൾ അതിനെ അവർ അപലപിച്ചു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കടന്ന് ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തെയും അവർ അപലപിച്ചു. അതിനോടൊപ്പം വീണ്ടും അവർ ടെററിസത്തിനെതിരെയാണ് എന്ന് വ്യക്തമാക്കി ഉടനെ തന്നെ ഈ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല,
ഡീ എസ്കലേറ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇന്ന് വീണ്ടും അവരൊരു ഡീ എസ്കലേഷന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നൽകിയത്. ടർക്കിയും അസർബൈജാനും വളരെ വ്യക്തമായി പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഡീ എസ്കലേറ്റ് ചെയ്യണം, ഇന്ത്യ ചെയ്ത ആ ഒരു ആക്രമണം തെറ്റാണ് എന്ന നിലപാടെടുത്തവരാണ്. ഈ 3 രാജ്യങ്ങളും പാകിസ്ഥാൻ ഉന്നയിച്ച ഒരു ഇന്റർനാഷണൽ ഇംപാർഷ്യൽ പ്രോബ് എന്നോട് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ്. അതുകൊണ്ട് ലോക സമൂഹത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭൂരിഭാഗം രാജ്യങ്ങളും ഇത് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് എന്ന നിലപാടെടുക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനും ഉള്ളിൽ ചെന്ന് കടന്നാക്രമിക്കുന്നതിനോട് യോജിക്കുന്ന രാജ്യങ്ങൾ ആരും തന്നെ ഉണ്ടാകില്ല. നേരെ മറിച്ച് ആ ആക്രമണത്തെ വിമർശിക്കാൻ ചൈനയും തുർക്കിയും അസർബൈജാനും പോലുള്ള രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, അതാണ് ശ്രീ രഘുനാഥൻ നായർ. ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഉള്ളിൽ റാവൽപിണ്ടിയിൽ അടക്കം ചെന്ന് റാവൽപിണ്ടിയിലെ അവരുടെ പ്രധാനപ്പെട്ട എയർബേസ് അടക്കം റെയ്ഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റാവൽപിണ്ടിയിലേക്ക് 3 ഇന്ത്യൻ ഡ്രോണുകൾ അയക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. വിവിധ പാകിസ്ഥാൻ നഗരങ്ങളിൽ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിതമായ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് ചെല്ലാൻ കഴിഞ്ഞു. ലാഹോറിലടക്കം പാകിസ്ഥാന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ 2 ദിവസത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോഴേക്ക് അതൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൽകുന്ന ഒരു സിഗ്നൽ ഉണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യൻ വ്യോമസേനയുടെ കേപ്പബിലിറ്റിയുടെ സൂചനയായി നമുക്ക് എടുക്കാമോ? അത് തീർച്ചയായിട്ടും അഭിലാഷ്, ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വളരെ ഉയർന്ന, വളരെ ശക്തമായ ഒരു കേപ്പബിലിറ്റി തന്നെയാണ്. നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ബാക്കിയെല്ലാം പോട്ടെ, നമുക്ക് ഒഫൻസിനെക്കാളും ആദ്യം ഡിഫൻസ്, നമ്മുടെ സ്വന്തം വീടിനെ ആദ്യം രക്ഷിച്ചിട്ട് വേണം ശത്രുവിൻ്റെ വീടിനെ നശിപ്പിക്കാനായിട്ട് പോകാനായിട്ട്. ഇന്ന് ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. അതിന് ആർക്കൊക്കെ എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും. റീസൺ, റഷ്യ യുക്രൈൻ യുദ്ധം നമ്മൾ കണ്ടതാണ്. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം സമ്പൂർണ്ണമായിട്ടും യുക്രൈൻ തകർക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു 200 മിസൈൽ ഒന്നിച്ചടിച്ചപ്പോഴേക്കും ഇസ്രായേലിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലൊരു മോഡലാണ്. പാകിസ്ഥാൻ ഇത്രയധികം ശ്രമിച്ചിട്ട് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ചൈനയുടെ DF-15 മിസൈൽ വരെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് പൊട്ടാതെ അതിനെടുത്തപ്പോൾ DRDO കൊണ്ടുപോയിട്ടുണ്ട് അതിനെ ഡിസെക്ട് ചെയ്ത് എല്ലാം നോക്കി പഠിക്കാനായിട്ട്. അതേ സമയത്ത് നമ്മുടെ ഒരു മിസൈൽ പോലും ഫെയിലായിട്ടില്ല, നമ്മുടെ ഒരു ആക്രമണങ്ങൾ പോലും ഫെയിലായിട്ടില്ല, നമ്മുടെ ഒരു ആയുധം പോലും ഫെയിലായിട്ടില്ല. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ചൈനയുടേതാണ് ഏറ്റവും കൂടിയത് എന്ന് നമ്മുടെ മലയാളത്തിലടക്കം കേരളത്തിലടക്കം ഒരുപാട് പേര് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നതാണ്. ചൈനയുടെ മുമ്പിൽ ഇന്ത്യ ഒന്നുമല്ല, ചൈനയുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്, ചൈനയുടെ എല്ലാം വെറും നമ്മുടെ ശിവകാശി പടക്കത്തെക്കാളും കഷ്ടമാണെന്നുള്ളത് ഇപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചൈനയുടെ വിമാനങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്, J-17 വിമാനങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളും ചൈനയുടെ ആയുധങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം ഇതെല്ലാം പാട്ടാണ്. തുർക്കിയുടെ ഡ്രോണുകൾ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട, ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ഡ്രോണുകൾ തുർക്കിയുടെ ആണെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരുപാട് പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം റഫേലിന് ഇത്രയധികം മൈലേജ് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അതുപോലെ തന്നെ ചൈനയുടെ ആയുധങ്ങൾ വെറും പാട്ടയാണെന്ന് പ്രൂവ് ചെയ്തു. അതിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെഷീൻസിൻ്റെ എഫിഷ്യൻസി മാത്രമല്ല, ഈ മെഷീൻസിൻ്റെ പുറകിലുള്ള അവരുടെ എഫിഷ്യൻസി നമ്മൾ 100% അതിനെ നമ്മൾ പരിഗണിക്കണം, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. 1971 വാറിൽ സാബർ ജെറ്റ് അമേരിക്കയുടെ ഉണ്ടായിരുന്നപ്പോൾ അതിന് തത്തുല്യമായ വിമാനങ്ങളൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും അനായാസമായിട്ട് നമ്മളെ യുദ്ധം ജയിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മെൻ ബിഹൈൻഡ് ദ മെഷീൻ, അവരുടെ പവർ തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ അഭിലാഷിന്റെ ചോദ്യത്തിന്റെ പുറത്താണെങ്കിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അങ്ങേയറ്റത്തെ ഒരു ശക്തി തന്നെയാണ് നമ്മൾ അവിടെ പ്രകടിപ്പിച്ചത്. വ്യോമസേന ശക്തി തെളിയിച്ച സന്ദർഭമായി നമുക്ക് ഇതിനെ കാണാം. എന്തായാലും സീസ് ഫയറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ മോഹൻ വർഗീസ്, 4ാമത്തെ ദിവസം വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് അപ്രതീക്ഷിതം എന്ന് നമ്മൾ രാവിലത്തെ സ്ഥിതിവിശേഷങ്ങൾ നോക്കുമ്പോൾ പറയാൻ കഴിയും. കാരണം രാവിലെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ സേനാ മൂവ്മെന്റ് അവർ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നു, ഞങ്ങളുടെ സൈന്യവും സജ്ജമാണെന്ന് പറയുമ്പോൾ ഒരു
കരയുദ്ധം ആസന്നമാണെന്ന പ്രതീതിയാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. എന്നാൽ 3:30 കാര്യങ്ങൾ മറയുകയാണ് പാകിസ്ഥാൻ DGയുടെ കോളോടുകൂടി. ഈ സീസ് ഫയറിലേക്ക് എങ്ങനെ എത്തിയെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ സീസ് ഫയറിലേക്ക് എത്തുന്നതിന് ശ്രീ അഭിലാഷ് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, നയതന്ത്ര രംഗത്ത് ഇന്ത്യ പുലർത്തിയ ചില രഹസ്യ നീക്കങ്ങൾ അത് വലിയ രീതിയിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നു എന്ന ഒരു പ്രതീതി ഒരു വശത്തുണ്ടാക്കി. മറുവശത്തെ നിരന്തരമായി ഇന്ത്യയുടെ ടോപ്പ് ലീഡർഷിപ്പ്, മിലിറ്ററി, ഇന്ത്യയുടെ ടോപ്പ് ഡിപ്ലോമാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അമേരിക്കയുമായി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നു പ്രധാനം. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഭീകരതയുടെ അടിവേരിളക്കുക. അതിന് സാധിക്കണം. ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ എന്നേക്കുമായി കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് നേരെ നടന്ന ഭീകരത, ആ ഭീകരതയുടെ അടിവേരിളക്കാൻ കഴിയണം. അത് കഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ചില ഉറപ്പുകളാണ് വേണ്ടത്. അത് ശാശ്വതമായ ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ ലഭിക്കണമെങ്കിൽ പാകിസ്ഥാൻ എവിടെയാണ് വേദനിക്കുന്നത് എന്ന് തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ കുറേ ബോംബുകൾ കൊണ്ട് പാകിസ്ഥാനെ വർഷിച്ചാൽ, അല്ലെങ്കിൽ കുറേ എയർഫീൽഡുകൾ നശിപ്പിച്ചതുകൊണ്ട് മാത്രം ആ വേദന ഉണ്ടാവില്ല. ആ വേദന ഉണ്ടാകണമെങ്കിൽ ഭാവിയിൽ ഉൾപ്പെടെ പാകിസ്ഥാന് നിവർന്നു നിൽക്കാനാവില്ല എന്നുറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് ഒരു നദീജല കരാറിലേക്ക്, വെൽ തോട്ട് ഔട്ട് പ്ലാനാണ് നദീജല കരാർ, മരവിപ്പിക്കുക, താൽക്കാലിക മരവിപ്പിക്കുക വഴി അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി. അതിനുശേഷം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ 100 hours ഓഫ് എസ്കലേഷൻ, അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം എസ്കലേഷൻ. ഇന്ത്യയുടെ ആ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞ് 9 തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഓരോ ഘട്ടം കടന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. ഇത് തീർച്ചയായും ഭാരതം ഒരു അവസരമായി കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ അഭിലാഷ്. ഇതൊരു അവസരമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാനാവില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതുമാത്രമല്ല, ഇന്ത്യക്ക് ഡാമേജുകൾ ഉണ്ടാക്കാൻ തക്ക മിസൈലുകളുടെ ശേഖരം പാകിസ്ഥാനിലെ ഡ്രോണുകൾ ഉപയോഗിച്ച്, അത് വെറും കളിപ്പാവ പോലെയാണ്, അതുപയോഗിച്ച് ഇന്ത്യക്ക് നാശം വിതയ്ക്കാൻ കഴിയില്ല. അത് 2. 3, പാകിസ്ഥാൻ വേദനയോട് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്: ഇന്ത്യയുടെ ഭാഗത്ത് പ്രസ്താവനാ സാഹിത്യമല്ല വരുന്നത്, നടപടികളാണ്. ഓരോ ദിവസം കഴിയുന്തോറും എസ്കലേഷൻ എന്നത് പറയാനാവില്ല എങ്കിൽ പോലും മെഷേർഡ് റെസ്പോൺസിലൂടെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും, ഇസ്ലാമാബാദിൻ്റെ അടുത്തും റാവൽപിണ്ടിയുടെ അടുത്തുള്ള താവളങ്ങൾ ഉൾപ്പെടെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി പാകിസ്ഥാന്റെ സൈനിക ശക്തിക്ക് നേരെ ഭാരതം തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ഗ്രിപ്പ് കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തരമായ സംഘർഷം മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നതും കഴിഞ്ഞ 100 hours നമ്മൾ കണ്ടു. ബലൂചിസ്ഥാന്റെ ചില ഭാഗങ്ങൾ, ക്വറ്റ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ തീർത്തും പാകിസ്ഥാന് അപ്രാപ്യമായി മാറുന്ന കാഴ്ചയും കണ്ടു. അതുമാത്രമല്ല, ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പത്താൻമാരുടെ വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടു. ഇമ്രാൻഖാന്റെ പാർട്ടി, പാക് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി തെരുവിലിറങ്ങി. അതുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടല്ല, 4 പാടും ചിതറി നിൽക്കുകയാണ്. ദീർഘമായ ഒരു പോരാട്ടത്തിലേക്ക്, 1-2 മാസം നീണ്ടു നിൽക്കുന്ന ദീർഘമായ പോരാട്ടത്തിലേക്ക് പോയാൽ പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടാകും സൈന്യത്തിനും സിവിലിയൻസിനും. അതുമാത്രമല്ല, പാകിസ്ഥാൻ അവസാനം കേവലം പഞ്ചാബ് മാത്രമായി ചുരുങ്ങാനുള്ള സാധ്യത പാകിസ്ഥാൻ മുൻകൂട്ടി കണ്ടു. അങ്ങനെയാണ് സൗദി അറേബ്യയും ഖത്തറും ഒക്കെ രംഗത്ത് വരുന്നത്. ഖത്തറിന്റെ കാര്യം വലിയ തോതിൽ പറയാനാവില്ല. പാകിസ്ഥാനോടും ഇന്ത്യയോടും അടുപ്പം പുലർത്തുന്ന സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. സൗദി അറേബ്യയുടെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നിരന്തരം സംസാരത്തിലായിരുന്നു. മാർക്കോ റൂബിയോയുമായും ഈ നേതാക്കൾ, സൗദി അറേബ്യയുടെ നേതൃത്വം സംസാരത്തിലായിരുന്നു. മധ്യസ്ഥത വഹിക്കാനാവില്ല എന്ന് അമേരിക്കയ്ക്കറിയാം, സൗദി അറേബ്യക്കറിയാം, മറ്റു രാജ്യങ്ങൾക്കറിയാം. കാരണം ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ബൈലാറ്ററലിസമാണ്. പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു എങ്കിൽ പോലും 1972 സിംല കരാർ അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 വിഷയമേ ഉള്ളൂ. അത് കാശ്മീറുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെക്കുറിച്ചും അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാനുള്ളിൽ നട്ടു നനച്ച് വളർത്തുന്ന തീവ്ര വിപകാരത്തെക്കുറിച്ചും. ഈ 2 കാര്യങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംസാരമാകാം. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നദീജലം ഒരുപക്ഷെ വിട്ടുകൊടുക്കുന്നതിന് തരക്കേടില്ല. അതിന് സാധ്യതയുണ്ട്. കാരണം
പാകിസ്ഥാൻ വഴങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. നേരത്തെ ഇവിടെ കേട്ടതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അമേരിക്ക ഈസ് എ മേജർ ഡോണർ കൺട്രി ആസ് ഫാർ ആസ് IMF is concerned. IMFന്റെ 85,000 കോടി, അതായത് $1 ബില്യൺ ലോൺ അനുവദിച്ച് നൽകിയതിൻ്റെ പിന്നിൽ ഒരു ലോങ് റോപ്പാണ് പാകിസ്ഥാന് കൊടുത്തത്. നിങ്ങൾ ഭാരതവുമായി നിരപ്പിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അല്ല എങ്കിൽ ഒരുപക്ഷെ അടുത്ത ഗഡു ഉണ്ടാവില്ല, പാകിസ്ഥാൻ കരിമ്പട്ടികയിൽപ്പെടും. അങ്ങനെയാണെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ പാകിസ്ഥാൻ തകരും. ഇതെല്ലാം കൂടി പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സൈനിക നേതൃത്വം പരിഗണിച്ചതിന് ശേഷം ഇങ്ങോട്ട് സമീപിക്കുകയാണ്, ഇന്ത്യയെ സമീപിക്കുകയാണ്. DGMO തലത്തിലുള്ള സംസാരമാണ്, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, പാകിസ്ഥാന്റെ ഭാഗത്ത് സമാധാനം വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചത് ഇന്ത്യ പ്രോ ആക്റ്റീവായി പ്രതികരിച്ചു. അങ്ങനെ സംഭവിച്ച, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ അഭിലാഷ്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് were involved in this peace process. Ultimately, it is advantage India in diplomatic as well as military front എന്ന് കൺക്ലൂഡ് ചെയ്യാം. ശരി, ഓക്കെ. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ ശ്രീ M. ഇന്ദ്രബാലൻ, ഇന്ത്യയുടെ മിലിറ്ററി കേപ്പബിലിറ്റീസിനെ സംബന്ധിച്ച് ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കാൻ ഈ യുദ്ധത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ പ്രൊപ്പഗാൻഡ സാഹിത്യം മാറ്റി നിർത്തി ചൈനീസ് മീഡിയ, ഇപ്പോൾ ഗ്ലോബൽ ടൈംസോ അതല്ലെങ്കിൽ സിൻഹുവ അടക്കമുള്ള വാർത്താ ഏജൻസികളോ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അവകാശവാദം ചൈനീസ് നിർമ്മിതങ്ങളായ ഇപ്പോൾ JF-17, JF-10, അതുപോലെ P-15 മിസൈലുകൾ, ഇവയൊക്കെ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 വ്യോമ കവചമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നത് ഫ്രാൻസിന്റെ റഫാൽ ജെറ്റാണ്, മെയിൻ ഫൈറ്റർ ജെറ്റായി. അപ്പോൾ യൂറോപ്യൻ നിർമ്മിതമായ ഈ യുദ്ധോപകരണങ്ങളെക്കാൾ മികച്ചത് ഞങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു എയർ ഡോമിനൻസിന് ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് വേണം എന്ന തരത്തിലൊക്കെയുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഈ എയർ ഡോമിനൻസിന്റെ കാര്യം പറഞ്ഞാൽ എന്തായാലും ഈ 3 ദിവസം നമുക്ക് യുദ്ധം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നല്ലോ. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും മിലിറ്ററി കേപ്പബിലിറ്റീസ് താരതമ്യം ചെയ്താൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുക? അഭിലാഷ്, ഫസ്റ്റ്ലി ഇന്ത്യയുടെ ഒരു ഫുൾ മിലിറ്ററി കേപ്പബിലിറ്റി ഇതിൽ നമ്മൾ ഇറക്കിയിട്ടേ ഇല്ല. വി ഹാവ് ഓൺലി ഷോൺ എ വെരി ഫ്രാക്ഷൻ ഓഫ് അവർ മിലിറ്ററി കേപ്പബിലിറ്റി. ആ ഫ്രാക്ഷൻ കൊണ്ട് തന്നെ വി ഹാവ് ബീൻ ഏബിൾ ടു വാട്ട് ഓൾ പാകിസ്ഥാനി മിലിറ്ററി അറ്റംപ്റ്റ്സ് ടു ഹിറ്റ് ഇന്ത്യ. ഇപ്പോൾ എയർ ഡിഫൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് കോൺസെപ്റ്റിൽ എവിടെയാണ് നമ്മൾ പാകിസ്ഥാൻ ഹിറ്റ് ചെയ്തിരിക്കുന്നത്? നോട്ട് എ സിംഗിൾ ഡാമേജ് ടു എനി മിലിറ്ററി അസെറ്റ് ഓഫ് ഇന്ത്യ. ദി ഓൺലി പ്ലേസ് അവരുടെ ഡാമേജ് എവിടെ അവർ സക്സസ്ഫുൾ ആയി ചെയ്തിരിക്കുന്നത്, ഒരു ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗുരുദ്വാരയില്ല, അതും ഒരു ആർട്ടിലറി ഗൺ ഉപയോഗിച്ചിട്ട്. ദാറ്റ് ഇസ് എ ചൈനീസ് മെയ്ഡ് ഗൺ ഹോവിറ്റ്സർ വിച്ച് ഹാസ് ലോങ് എക്സ്റ്റെൻഡഡ് റേഞ്ച്. അത് അൺഎക്സ്പെക്ടഡ്ലി they have hit a Gurudwara which we were not expecting. We were thinking at all അവർ ഹിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം മിലിറ്ററി ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാൻ ഹാസ് സക്സീഡഡ് ഓൺലി ഹിറ്റിംഗ് എ മിലിറ്ററി സിവിലിയൻ ടാർഗറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഹൺഡ്രഡ്സ് ഓഫ് ഡ്രോൺസ് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്തു. അവരുടെ മിസൈൽസ് വി ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഏബിൾ ടു സ്പോയിൽ ഇറ്റ്, നോട്ട് ഹിറ്റിംഗ് എനി ടാർഗറ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ S-400ന്റെയും കേപ്പബിലിറ്റി, നമ്മുടെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി is first thing that stands very clearly as superior. Second, നമ്മുടെ റിവേഴ്സ് അറ്റാക്ക്, അവർ മിലിറ്ററി കേപ്പബിലിറ്റി സ്ട്രൈക്ക് അറ്റ് പാകിസ്ഥാൻ, ഡീപ് ഇൻസൈഡ് പാകിസ്ഥാൻ. ഈ പ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം ഇന്ത്യ ഹാസ് ഗോൺ ബിയോണ്ട് POK ആഫ്റ്റർ 71 വാർ. അത് നമ്മൾ ആലോചിക്കണം. വി ഹാവ് ഗോൺ ആസ് ഫാർ as ഡീപ്പ് ആസ് ലാഹോർ, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി ആൻഡ് കറാച്ചി. അപ്പോ വി ഹാവ് ഷോൺ അവർ കേപ്പബിലിറ്റി, നോട്ട് ജസ്റ്റ് ദ വിൽ മാത്രം പോരാ, കേപ്പബിലിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട് വേർ വി കൻ ഹിറ്റ്. ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് വാട്ട് വി സേ ഇസ് എ മിലിറ്ററി കോമ്പാറ്റ് പവർ വിച്ച് ഈസ് വെരി സക്സസ്ഫുൾ. ആൻഡ് വി ഹാവ്, നമ്മൾ വെറും പാകിസ്ഥാൻ പറയുന്ന പോലെ we have not only just spoken, we have given evidence. The government of India has formally announced with evidence എവിടേക്കാണ് നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതും we have just used, as I said, a fraction of our capability. മൂന്നാമത്തെ നോക്കേണ്ടത് ഇന്ത്യയുടെ മൊറാൽ ഓഫ് ഇന്ത്യസ് മിലിറ്ററി. This is a very, very important battle winning factor. You have to understand this factor. Moral പറഞ്ഞാൽ എന്താണ്? The willingness of the nation to stand together with the forces. പിന്നെ ഫോഴ്സസിന്റെ ഒരു മോട്ടിവേഷൻ ആൻഡ് മൊറാൽ ഓഫ് ദ ഫോഴ്സസ് എന്ത് വന്നാലും വി ആർ ഏബിൾ ടു ടേക്ക് ഇറ്റ് ഓൺ. എനി എമൗണ്ട് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു സേവ് ദിസ് കൺട്രി, ടു പ്രൊട്ടക്ട് ദിസ് സോവറിറ്റി. അതിന് നമ്മളെ എല്ലാം സോൾജേഴ്സും കംപ്ലീറ്റ് മിലിറ്ററി റെഡി ആയിരിക്കണം. അതൊരു മൊറാൽ, ഒരു മേജർ ഫാക്ടറാണ്. അത് നമ്മുടെ ഫുൾ ദേശം കൂടെ, എൻറ്റയർ നേഷൻ സ്റ്റുഡ് വിത്ത് ദി ഫോഴ്സസ്. അതായിരുന്നു നമ്മുടെ സോൾജേഴ്സിന്റെ ഒരു സ്ട്രോങ് പോയിന്റ്, അവരുടെ മോട്ടിവേഷൻ റീസൺ.
അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ our capability, indigenized capability, as well as acquired capability is superior to Pakistan acquired Chinese missiles, Pakistan acquired Chinese aircrafts, അപ്പം Pakistan acquired Turkish systems നമ്മൾ പറഞ്ഞ പോലെ അതിനെയൊക്കെ we have been able to successfully thwart them. ഇതൊക്കെ നോക്കിയിട്ടാണ് പാകിസ്ഥാൻ ഹാസ് റിയലൈസ്ഡ് ദാറ്റ് അവർക്ക് ഇത് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരുടെ എയർ ബേസ് ഡിസ്ട്രോയ് ചെയ്ത കാരണമാണ് they have understood that ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ one by one will completely disable Pakistan's ability to even wage war in future. അത് കാരണമാണ് അവർക്ക് ഒരു എസ്കേപ്പ് റൂട്ട് കിട്ടി. എന്താണ് എസ്കേപ്പ് റൂട്ട്? The escape route they have got is probably brokered by USA. അപ്പോൾ അവരെന്താ പറയുന്നത്, because USA intervened, we are agreeing to ceasefire. Because possibly IMF loan നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, though there is no official statement, but seemingly there is a pressure tactic used by USA to release the IMF loan on this condition that they agree to ceasefire. This is a good situation for India. അപ്പോൾ ഇന്ത്യയുടെ military might ഇതിന്റെ ഡിസ്പ്ലേ, അതിന്റെ എഫക്ട് കാരണമാണ് പാകിസ്ഥാൻ ആക്ച്വലി സീസ്ഫയർ എഗ്രി ചെയ്തത്. ദാറ്റ് ഈസ് വെരി ക്ലിയർ. യെസ്, തീർച്ചയായിട്ടും. ശ്രീമതി ലിസ് മാത്യു, ഇപ്പോൾ നമ്മൾ ആഭ്യന്തരമായി നോക്കുകയാണെങ്കിൽ സർക്കാരിന് മുകളിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രഷർ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറി എന്ന് കരുതുന്നുണ്ടോ? ഒപ്പം പ്രതിപക്ഷത്തിന്റെ വിമർശനം, സുരക്ഷാ വീഴ്ച തുടങ്ങിയ ചർച്ചകൾ, ഇതിനെല്ലാം ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാനുള്ള സ്പേസ് ഇല്ല. ഇന്ന് മാത്രമല്ല, വലതുപക്ഷത്തു നിന്ന് തന്നെ പ്രത്യേകിച്ച് ഈ കാസ്റ്റ് സെൻസസ് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിൽ സർക്കാരിന് നേരെ, പ്രത്യേകിച്ച് മോദിക്ക് നേരെ തന്നെ വിമർശനങ്ങളുണ്ടായിരുന്നു. ചില എക്സ് ഹാൻഡിലുകളൊക്കെ നരേന്ദ്രമോദിയെ മൗലാന മോദി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ അപഭ്രംശങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. ഈ അറ്റാക്കോടുകൂടി, ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം, ആഭ്യന്തരമായി ഉയർന്ന വിമർശനങ്ങളെയും അതുപോലെ തന്നെയുള്ള എതിരഭിപ്രായങ്ങളെയും എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അഭിലാഷിന് അറിയാലോ. അത് വെറും നമ്മളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. തീർച്ചയായിട്ടും ഇന്റേണലി ഇനി ഇപ്പോൾ വാർ തുടങ്ങാൻ പോകുന്നത് ഇന്റേണലി ഇനിയാണ്. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ നമ്മള് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റും ഇന്ത്യയിൽ നമ്മുടെ MEAയുടെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ പോലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് അദ്ദേഹം പറയുന്നു, I am pleased to announce the governments of India and Pakistan have agreed to an immediate ceasefire and to start talks on broad set of issues at a neutral site. അതൊരു ഇന്ത്യ ഒരിക്കലും, പക്ഷെ ഇന്ത്യ, നമ്മളുടെ ഒഫീഷ്യൽസ് ഇപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ദിസ് ഈസ് ഡയറക്ട്ലി ബിറ്റ്വീൻ ദി ടു കൺട്രീസ്. അവിടെ ഒരു മൂന്നാമതൊരാളുടെ ഒരു ഇന്റർവെൻഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഏതെങ്കിലും ഒരു ഡിസ്കഷനോ നമ്മൾ തയ്യാറാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു പോയിന്റ് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഡിസ്കഷൻ വരും. തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു ക്രൈസിസിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഒരുമിച്ച് നിൽക്കും. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്, ഈവൻ കാർഗിലിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് രാജ്യത്തിന്റെ ആവശ്യമായിരുന്നു. നമുക്കറിയാം, അക്രോസ് ദി കൺട്രി എല്ലാവരും ഒരുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് മാത്രമല്ല, ഇന്നലെ പാകിസ്ഥാൻ ഇവിടെയുള്ള ഒപ്പോസിഷൻ നേതാക്കന്മാരുടെ ചില സ്റ്റേറ്റ്മെന്റിനെ ഉപയോഗിച്ചപ്പോൾ, അവരുടെ പ്രസ് കോൺഫറൻസ് ഉപയോഗിച്ചപ്പോൾ, ഇന്ന് രാവിലെ നടത്തിയ പ്രസ് കോൺഫറൻസിൽ പോലും ഫോറിൻ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, അത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് കണ്ടിട്ട് പാകിസ്ഥാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത്ര പോലെ ഒഫീഷ്യലായിട്ട് അത് അദ്ദേഹം വോളണ്ടിയർലി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ്, ആരും ഒരു ചോദ്യം ചോദിച്ചിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലായിരുന്നു. അത്തരം പോലും വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇനിയും സീസ് ഫയർ വന്ന സ്ഥിതിക്കും, ഇപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വന്ന സ്ഥിതിക്കും ഇനിയും വളരെ ചോദ്യങ്ങൾ വരും. ഒന്നാമത്തെ ചോദ്യം തന്നെ, എന്താണ് നേടിയത്? ഈ ഭീകരർ പഹൽഗാമിൽ ഇത് നടത്തിയ ഭീകരരെ എന്ത് ചെയ്തു? അവരെവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടിക്കാൻ പറ്റിയോ? അത്തരം ചോദ്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ വിദേശ ബന്ധത്തിലുള്ള, അതായത് US സ്റ്റേറ്റ് സെക്രട്ടറി പറയുകയാണ്, ഒരു ന്യൂട്രൽ സൈറ്റിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ്. നമ്മളുടെ ഏറ്റവും പ്രധാന ഒരു സ്റ്റാൻഡ്, നമ്മളൊരു തേർഡ് പാർട്ടിയെ ഒരിക്കലും ഇതിനകത്ത് ഇന്റർവെൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പാർട്ടികളിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അത് ഫോറിൻ പോളിസി ആണെങ്കിലും ഡിഫൻസിലാണെങ്കിലും ഉണ്ട്. അവരൊക്കെ ചോദ്യങ്ങൾ ഉയർത്തും. തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഒന്നിച്ചു നിന്നു.
ഇനിയും ചോദ്യങ്ങൾ ഉയരും. അതിന് ഗവൺമെന്റിന് ഓഫ്കോഴ്സ് ഗവൺമെന്റിന്റെ കയ്യിൽ അതിനുള്ള മറുപടി ഉണ്ടാവും. ഗവൺമെന്റ് ഓൾസോ വിൽ ബി പ്രിപ്പയർഡ്. ഇപ്പൊ ഇന്ന് തന്നെ നോക്ക്, ഇത് ആദ്യമായിട്ട് ഈ അനൗൺസ്മെന്റ് വന്നത് എവിടെ നിന്നാണ്? ഒരു ബയലാട്രൽ ഇതാണെന്ന് ഇന്ത്യ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മൾക്ക് സീസ് ഫയറിന്റെ അറിയിപ്പ് വന്നത് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നാണ്. അത് കഴിഞ്ഞ ഉടനെ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുൻപ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ട്വീറ്റ് വരുന്നു. അപ്പൊ ഇതെല്ലാം ഒപ്പോസിഷൻ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉയർത്തും. ഒപ്പോസിഷൻ മാത്രമല്ല, ഇവിടെയുള്ള പല ഈവൻ ഇപ്പോൾ ഈ ചാനലിൽ ഇരിക്കുന്നവർ തന്നെ അതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഉയർത്തും. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇനിയാണ് ഇന്റേണൽ ഒരു ബാറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തൽ, ഒരു ബ്ലെയിം ഗെയിം എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഒപ്പോസിഷന്റെ ചോദ്യങ്ങൾക്കും പ്രസക്തിയുണ്ട്. ഗവൺമെന്റ് വിൽ ഓൾസോ ബി പ്രിപ്പയർഡ്. അവർക്കും കാണും അതിന് ഉത്തരങ്ങൾ പറയാനായിട്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് കാണാം. അത് ഇനി അടുത്ത പാർലമെന്റ് സെഷൻ വരെ പോലും നോക്കി നിൽക്കേണ്ട ആവശ്യം വരില്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ ഉടനടി തന്നെ ചോദ്യങ്ങളും അതിന് ഗവൺമെന്റിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് വി വിൽ വാച്ച് ഇറ്റ്. യെസ്, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, നമ്മൾ ഇതിന്റെ ഒരു ടൈം ലൈൻ ഒന്ന് പരിശോധിക്കൂ. ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂ സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് അദ്ദേഹം പിന്നീട് ട്വിറ്ററിൽ എക്സിൽ ഷെയർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ മാർക്കോ റൂബിയോയുടെ എക്സ് പോസ്റ്റ് വരുന്നു. അതിനുശേഷം ഇഷാഖ് ദർ, പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി, ഇത് അംഗീകരിക്കുന്നു. അത് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ കാര്യം പറയുന്നു. വേർഡിങ്ങിൽ മാറ്റമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇങ്ങനെ ഒരു ധാരണയിലെത്തിയത് എന്ന് പറഞ്ഞിട്ടില്ല. 2 രാജ്യങ്ങളും പറഞ്ഞിട്ടില്ല, ഇഷാഖ് ദറും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം, 6 മണിക്ക് ഇന്ത്യ ഇക്കാര്യത്തിൽ സീസ് ഫയർ എന്ന് പറയുന്നതിന് അരമണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കാലത്തെയും പൊസിഷൻ, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ 3ാം കക്ഷി ഇടപെടലില്ല, അത് രാജ്യം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. ഒപ്പം അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ, ഡയലോഗ്സ് വേറൊരിടത്ത് വെച്ച് നടക്കുമെന്ന് കൂടിയാണ്. അങ്ങനെ മധ്യസ്ഥ ചർച്ചകൾ, 3ാം കക്ഷി ചർച്ച, വേറൊരു സ്ഥലത്തെ ചർച്ച, ഇതൊന്നും ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഇതുവരെ ഇല്ലാത്ത കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഇന്നത്തെ സീസ് ഫയർ എഗ്രിമെന്റ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയാലും നാളെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ പോവുകയല്ലേ? തീർച്ചയായും ശ്രീ അഭിലാഷ്, ലിസ് മാത്യു പറഞ്ഞ ഒരു ആംഗിൾ വളരെ റെലവൻ്റാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായ ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ടൈം ലൈൻ വളരെ മനോഹരമായി ശ്രീ അഭിലാഷ് പറഞ്ഞല്ലോ. അതായത് 5:30 മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് വെളിയിൽ വരികയാണ്. 6 മണിയായപ്പോൾ ഇന്ത്യ പറയുന്നു, ആ ലൈനിൽ തന്നെ ഇന്ത്യ പ്രതികരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാൽക്കുലേഷൻ എറർ സംഭവിച്ചു. ജമ്പിങ് ദ ഗൺ എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപിൻ്റെ അത്യുത്സാഹത്തിന് ട്രംപ് ചെയ്തു പോയതാണ് എന്ന് പറയുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വിടുവായാണ് കേവലം എനിക്ക് അധികാരം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ആ വിഷയം പരിഹരിക്കും. സാധിച്ചിട്ടില്ല ഇപ്പോഴും. ഇസ്രായേൽ ഗസ വിഷയം അത് പരിഹരിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നേട്ടം, ഒരു നയതന്ത്ര നേട്ടം അണ്ടർ ഹിസ് ബെൽറ്റ് ഉണ്ടാകണമെന്ന് ട്രംപ് ആഗ്രഹിച്ചു അത്യുത്സാഹപൂർവ്വം. ഇത് അമേരിക്കയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്നത് തീർച്ചയായും അത് സാധാരണ ഈ രംഗം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. പക്ഷേ നമുക്കൊരു നയമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ വിലങ്ങുതടി എന്ന് പറയുന്നത് നമ്മുടെ ബൈലാറ്ററലിസമാണ്, ഉഭയകക്ഷി അടിസ്ഥാനം. നമ്മുടെ വിദേശ നയത്തിൻ്റെ ആണിക്കല്ല് തന്നെ ബൈലാറ്ററലിസമാണ്. തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ്, തേർഡ് പാർട്ടി മീഡിയേഷൻ ഭാരതം അംഗീകരിക്കില്ല. അപ്പോൾ 3ാമതൊരു രാജ്യത്ത് വെച്ച് ഏതെങ്കിലും ഒരു ന്യൂട്രൽ വേദിയിൽ വെച്ച് പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ചർച്ച ചെയ്യേണ്ടി വന്നാൽ അത് സിംല കരാറിൻ്റെ സ്പിരിറ്റിന് എഗൻസ്റ്റാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായി സിംല കരാറിൽ നിന്നും പിൻവാങ്ങിയെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നേരിട്ട് സംസാരിച്ച് തീർക്കാനുള്ള വഴി ഒരുങ്ങുമെങ്കിൽ അവിടെ ഇന്ത്യയുടെ നിലപാടിൻ്റെ എൻഡോഴ്സ്മെൻ്റ് ആണ്. അല്ല എങ്കിൽ തീർച്ചയായും നാളുകളിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഇത് വിഷയം വൈകാരികവൽക്കരിക്കാനൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ ചോദിച്ച റെലവൻറ്റ് ചോദ്യം, വേർ ആർ ദി perpetrators of terror? Where are these people? 7 people who took part in the violent act? അവരെവിടെ? അവർ
പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് ഇന്ത്യ പുറത്തുവിട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേക്കുറിച്ച് ചില അസ്വസ്ഥജനകമായ ചോദ്യങ്ങൾ, ഗവൺമെന്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ വെടിനിർത്തൽ വന്ന സ്ഥിതിക്ക് പ്രതിപക്ഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. വെടിനിർത്തൽ ഇല്ലായിരുന്നുവെങ്കിൽ പ്രതിപക്ഷം ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യങ്ങളിലേക്ക് കടക്കില്ല. കാരണം അത് രാജ്യത്തിന് യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ ഡിബേറ്റിലേക്ക്, ലോങ് ലാസ്റ്റിംഗ് പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ പ്രഥമ ദൃഷ്ടിയ അഡ്വാൻറ്റേജ് ഇന്ത്യ എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം ഇവിടെ തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയാണ് ചെയ്തത്. അതിനുള്ള സാഹചര്യം ഒരുക്കിയതിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയും നയതന്ത്ര ശക്തിയും ഉണർന്നു പ്രവർത്തിച്ചു എന്നത് നിസ്തർക്കമാണ്. പക്ഷേ അത് ഇന്ത്യ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, പാകിസ്ഥാനെ അമേരിക്ക കാര്യമായി ഒന്ന് ഉപദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിരട്ടിയിട്ടുണ്ട് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയി സെറ്റപ്പ് ആകൂ, എനിക്കും ക്രെഡിറ്റ് എടുക്കണം. ആ ക്രെഡിറ്റ് എടുക്കുന്നത് ഒരുപക്ഷെ സമയക്രമം ആ ട്വീറ്റ് ഒരു അരമണിക്കൂർ ശേഷമാണ് വെളിയിൽ വന്നത് എങ്കിൽ, മാർക്കോ റൂബിയോയ്ക്ക് ഒരു അരമണിക്കൂർ കൂടി ക്ഷമിക്കാമായിരുന്നു എങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് നാടകീയമായി പ്രഖ്യാപിക്കാമായിരുന്നു, പാകിസ്ഥാൻ ഞങ്ങളെ സമീപിച്ചു, DGMOയുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് ക്ഷണം വന്നു, ഞങ്ങൾ അതിനോട് ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തു, അങ്ങനെ ഞങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവന്നു എന്ന പ്രഖ്യാപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നതിന് ശേഷം അമേരിക്കയുടെ മറ്റ് നീക്കങ്ങൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഈ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്തു. അതായത് ട്രംപിന്റെ, എൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ ട്വീറ്റിലൂടെ ആയിരുന്നില്ല ഇത് ലോകം കേൾക്കേണ്ടത്, മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയിലൂടെ അല്ലായിരുന്നു ലോകം ഇത് കേൾക്കേണ്ടത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വരാമായിരുന്നു. ആ അവസരം ടൈമിങ്ങിൽ വന്ന പാളിച്ച കൊണ്ട് ആ അവസരം കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് തീർച്ചയായും ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും, എല്ലാം സംഭവിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഗോകുൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം എടുത്തു കഴിഞ്ഞാൽ, ഒന്നാം ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം ഘട്ടം, പാകിസ്ഥാന്റെ ടെറർ ലോഞ്ച് പാഡുകളിൽ ഇന്ത്യ കടന്നു കയറുമ്പോൾ ഇന്ത്യക്ക് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് കരുത്തായി. റഫാലിൽ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന പേലോഡുകൾ, സ്കാൽപ്പും അതുപോലെ തന്നെ ഹാമർ പോലെയുള്ള ബോംബുകളൊക്കെ ഇന്ത്യക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റി. അത് ആ നിലയ്ക്കുള്ള ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ അറ്റാക്കിനെ ഇന്ത്യയുടെ S-400 അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ആകാശ് മിസൈലും ബരാക്കും ഒക്കെ ഉപയോഗിച്ച് തടയാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു യുദ്ധത്തെ യഥാർത്ഥത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല, യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയുടെ ആക്ഷനെ കുറിച്ച്? ഉറപ്പായിട്ടാണ് അഭിലാഷ്, നമ്മൾ വന്നിട്ട് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വരും എന്ന് മുൻകൂട്ടിയെ നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ വന്നിട്ട് നമ്മുടെ ആം ഫോഴ്സസ്, ആർമി, എയർഫോഴ്സ്, ഇന്ത്യൻ നേവി ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ തിരിച്ചടിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മെഷേർഡ് അറ്റാക്കായിരുന്നു. നമ്മൾ കയറി ചാടി നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. നമുക്ക് എന്താണ് കിട്ടിയത് അതിനുള്ള ഉത്തരങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളൊരു ഡിഫെൻസീവ് മോഡിൽ തന്നെയാണ്, ഡിഫെൻസീവ് അറ്റാക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അത് വളരെ പ്രിസൈസായിട്ട് കരുതി കൂട്ടി ചെയ്യണമെങ്കിൽ നമ്മുടെ ട്രൈ ഫോഴ്സസ് വെൽ പ്രിപ്പയർഡ് ഇരുന്നാൽ മാത്രമേ ഇപ്പോൾ പാകിസ്ഥാൻ എന്താ കാണിച്ചത്, പാകിസ്ഥാനിന് പറ്റിയ പിഴവെന്തെന്ന് വെച്ചാൽ ഇന്ത്യ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവരെല്ലാം ഒരു പ്രിപ്പയർഡ്നെസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, എവിടെയെങ്കിലുമൊക്കെ പോയി അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്ത് ചാടിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഒരു അറ്റാക്ക്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ വെയിറ്റ് ചെയ്തു, വളരെ മെഷേർഡായിട്ട് എന്തൊക്കെ ചെയ്യണോ അത് വളരെ കരുതി കൂട്ടി ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ സൂപ്പർ പവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 4 ദിവസം കൊണ്ട് ഇന്ത്യ ഈസ് എ സൂപ്പർ പവർ എന്ന് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാം. ആസ് ഫാർ എസ് മിലിറ്ററി ആക്ഷൻസ് പെർഫെക്റ്റ് ആണ്, 101% പെർഫെക്റ്റ്. അതിനുശേഷം ഇന്നുള്ള ഡിപ്ലോമാറ്റിക് പൊളിറ്റിക്കൽ ഫോളോ ഔട്ട്സ് ചർച്ചയാവും. മിലിറ്ററി ആക്ഷൻസ് അതൊരു ആർക്കും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു എതിർ ചോദ്യം എവിടെ നിന്നും ഉയരില്ല, അതവിടെ തന്നെ നിൽക്കും. ഒരു ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് ഒരു മിലിറ്ററി കേപ്പബിലിറ്റി, ഇന്ത്യയുടെ മിലിറ്ററി കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ എന്ന് തെളിയിച്ച ഒരു 4 ദിവസമായിരുന്നു ഇത്. പക്ഷേ മിലിറ്ററി ഫോളോ ഔട്ട്സ്, ഇപ്പോൾ എല്ലാവരും സീസ് ഫയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ പാകിസ്ഥാന് സീസ് ഫയർ വേണമായിരുന്നെങ്കിൽ അക്ഷരാർത്ഥം അവർ വന്നിട്ട് സീസ് ഫയർ ചെയ്യാമായിരുന്നു. അവരവിടെ നിന്ന് വെടിനിർത്തൽ നിർത്തി. ഇന്നലെ രാത്രി തന്നെ 400 ഡ്രോൺസാണ് അവർ സാർട്രിക് മുതൽ ലേ വരെ അവർ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്തത്. അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും അതുപോലെ സീസ് ഫയർ വയലേഷൻസ് ബോർഡറിൽ ഇതൊക്കെ അവർ നിർത്തിയിരുന്നെങ്കിൽ അത് തന്നെ സീസ് ഫയർ ആയിരുന്നു. ഇൻ ട്രൂ സ്പിരിറ്റ് ദാറ്റ്സ് എ സീസ് ഫയർ. ഈ പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ ട്വിറ്ററിൽ അനൗൺസ് ചെയ്ത് TV-യിൽ അനൗൺസ് ചെയ്യണമല്ല സീസ് ഫയർ.
ലിറ്ററലി ദേ കുഡ് ഹാവ് മേഡ് എ സീസ് ഫയർ ഇന്ന് രാവിലെ തന്നെ ഓക്കെ നമുക്ക് നിർത്താം, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് ഒന്നും വെടിവെക്കില്ല, ഞങ്ങൾ ഒരു അറ്റാക്കും ചെയ്യില്ല, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അവർ ഡിസൈഡ് ചെയ്തിട്ട് പറയുക പോലും വേണ്ട. അവർ പിന്മാറി നിന്നിരുന്നെങ്കിൽ അത് സീസ് ഫയർ ആയേനെ. സോ അവർ സീസ് ഫയറിന് ആഗ്രഹിച്ച് ഉണ്ടായ ഒരു സീസ് ഫയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻസ് കൊണ്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, പല ട്രേഡ് താല്പര്യങ്ങൾക്കും US-ൻ്റെ ട്രേഡ് താല്പര്യങ്ങളിൽ പ്രധാനമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട്, എല്ലാവരും എൻ്റെ സീനിയേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന, മിക്കവാറും എല്ലാവരും എൻ്റെ സീനിയേഴ്സാണ്. എന്നാലും ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചൈനീസിൻ്റെ പ്രോഡക്ട്സിന് ചൈനീസ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിലേക്ക് ഇറക്കുന്ന മൊബൈൽ ഫോണും ശ്രീലങ്കയിൽ ഇറക്കുന്ന മൊബൈൽ ഫോണും അതേസമയം യൂറോപ്പിലും US-ലും ഇറക്കുന്ന മൊബൈൽ ഫോൺസ് ആർ ഡിഫറെൻറ്റ്. ദേ പ്രൊഡ്യൂസ് ദർ പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ്. സോ അതുകൊണ്ട് പാകിസ്ഥാന് കൊടുത്ത എയർക്രാഫ്റ്റും മിസൈലും ഒക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും. പാകിസ്ഥാന് ഇത് മതി, ഇതിൽ കൂടുതൽ പാകിസ്ഥാന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും. അതുകൊണ്ട് ഇതും പറഞ്ഞിട്ട് നമ്മൾ ചൈനയുടെ ഒരു കേപ്പബിലിറ്റി കുറച്ച് കാണരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. സോ ആസ് ഫാർ ആസ് മിലിറ്ററി ഈസ് കൺസേൺ, അഗെയിൻ ഐ വുഡ് റിയേറ്ററേറ്റ്, നമ്മളൊരു സൂപ്പർ പവർ എന്ന് തെളിയിച്ചു. പക്ഷേ ഡിപ്ലോമാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ഫോളോഔട്ട്സ് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോഴും ഇപ്പോൾ നമുക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി LOCക്ക് ചുറ്റും ഉണ്ടായി. ഇന്ത്യൻ സിവിലിയന്മാരെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തു, ആരാധനാലയങ്ങൾ ടാർഗറ്റ് ചെയ്തു, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ, 4 ഭീകരവാദികൾ ഇന്ത്യൻ ഭൂഭാഗത്ത് കയറി ഇന്ത്യക്കാരായ സിവിലിയന്മാരെ അതിനിഷ്ഠൂരമായി കൊന്നു, ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് കൊന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോയി. ശരിയാണ്, ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു ഭൂമിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹൈഡ് ഔട്ടുകളും ഒക്കെ ധാരാളമുണ്ട്, കാടാണ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്, അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഈ ദിവസമായിട്ടും പഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയ ആളുകളെ പിടികൂടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ടായി നിൽക്കുകയല്ലേ? അതെ അഭിലാഷ്, ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അതായത് ഈ സീസ് ഫയർ ഒക്കെ പറഞ്ഞു, ട്രംപും വാൻസും എല്ലാവരും തലയിട്ട്, സൗദി പ്രിൻസും കിങ്ങും എല്ലാം തലയിട്ട് ഒരു സീസ് ഫയർ ഉണ്ടാക്കി. ഇനി മുതൽ, അതായത് ഇന്നത്തെ ദിവസം തൊട്ട് ഇനി വരും കാലങ്ങളിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പോലും കാശ്മീരിലോ ഇന്ത്യൻ ബോർഡറിലോ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് തരാൻ ഇപ്പോൾ ഉള്ള ഇന്ത്യൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിനോ ഇതിനിടയിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഉറപ്പ് തരാൻ കഴിയുമോ? ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ഉറപ്പ്, നിങ്ങളുടെ മണ്ണിൽ ഇനി പാകിസ്ഥാൻ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളും നടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഉറപ്പ് ആരാണ് തരേണ്ടത്? ആർക്കെങ്കിലും തരാൻ കഴിയുമോ? കഴിയില്ല. അത് കഴിയാത്തോളം പിന്നെ ഈ സീസ് ഫയറും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞത്. നമ്മൾ ഈ സീസ് ഫയറിന് മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ സീസ് ഫയറിന് റെഡിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കത് പറയണമായിരുന്നു. ആ ഒരു സാഹചര്യം, ആ ഒരു വലിയൊരു ചാൻസാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത്. ശരി, അവിടെ ശ്രീ രഘുനാഥൻ നായർ, പാകിസ്ഥാൻ ഇന്ന് രാവിലെ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ബേസുകൾക്ക് നേരെ ഇപ്പോൾ ജമ്മു എയർബേസ്, പത്താൻകോട്ട് എയർബേസ്, അതുപോലെ ശ്രീനഗർ, ബ്രഹ്മോസ് മിസൈൽ സൂക്ഷിച്ചിരിക്കുന്ന ബിയാസ്, ഉധംപൂർ ബേസ്, ഇവയൊക്കെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. ഇന്ന് നമ്മുടെ സൈന്യം തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ മിലിറ്ററി ടാർഗറ്റുകൾ പാകിസ്ഥാൻ ഉന്നമിട്ടതായി പറയുന്നുണ്ട്. ഫത്തേ മിസൈലുകൾ തന്നെ അവർ ഉപയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ആകാശത്ത് ശ്രീനഗറിന്റെ മുകളിൽ ഒരു ആകാശ യുദ്ധം നടക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ സാധാരണ വലിയ യുദ്ധങ്ങളുടെ ഒരു മിനിയേച്ചർ ഫോം അവിടെ അരങ്ങേറുകയുണ്ടായി. ഇത് സമാനമായി 2-3 ദിവസം കൂടി പോയിരുന്നുവെങ്കിൽ ഒരു വലിയ വാറായി, എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടു കൂട്ടർക്ക് നിർത്താൻ കഴിയാത്ത ഒരു വലിയ യുദ്ധമായി മാറുമായിരുന്നോ? ശ്രീ അഭിലാഷ്, എനിക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേക്ക് ഉണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന് കാശിന് വേണ്ടിയിട്ട് അവരുടെ മിലിറ്ററിയുടെ സ്റ്റോക്കിലുണ്ടായിരുന്ന ആർട്ടിലറി ഷെല്ലുകളെല്ലാം കൊണ്ട് യുക്രൈന് വിറ്റ് കാശ് മേടിച്ചു. ഇവരുടെ കയ്യിൽ ഒരു കുന്തവുമില്ല, 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിലറി ഷെല്ല് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത് നമ്മളെല്ലാവരും പലയിടത്തു നിന്നായിട്ട് കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ്. ഒരാഴ്ച യുദ്ധം ചെയ്യാനുള്ള ഫ്യൂവൽ ഇവരുടെ കയ്യിലില്ല. എന്നിട്ട് പാകിസ്ഥാൻ എന്ന ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ യുദ്ധം നിർത്താനാണെങ്കിൽ വൈ ഡിഡ് യു സ്റ്റാർട്ട് ഇറ്റ്? എന്തിനാ ഇപ്പം കുറേ സിവിലിയൻസിനെ കൊല്ലാൻ പോയത്? 26 പേര് പോയി, അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. ഇപ്പം പിന്നെ കുറേ സിവിലിയൻസിനെ കൊന്നിട്ട് ഇത് വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഞാൻ ചോദിക്കാം, പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോരി 17 പ്രാവശ്യം ആക്രമിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ 17 പ്രാവശ്യം അയാളെ തോപ്പിച്ചു, എന്നിട്ട് വെറുതെ വിട്ടു. 17ാമത്തെ പ്രാവശ്യം മുഹമ്മദ് ഗോരി പൃഥ്വിരാജ് ചൗഹാനെ കൊന്നു, ചതിച്ചു കൊന്നു. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ ഒന്ന് തിരുത്തി തരണം. അവിടേക്കല്ലേ നമ്മൾ പിന്നെ പോകുന്നത്?
71 യുദ്ധം നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ആർമി ചീഫ് ഇന്ദിരാഗാന്ധിയോട് കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൂടെ തരാൻ, ഒരേ ഒരു ദിവസം കൂടെ തരാൻ പറഞ്ഞു. കൊടുത്തോ? കൊടുത്തില്ല. 93,000 സൈനികരെ ഇവിടെ തുറുങ്കിലടച്ചവരെ മുഴുവൻ കൊന്നുകളയുന്നതിന് പകരം റിലീസ് ചെയ്തു. എന്നിട്ട് ഇന്ത്യയുടെ പട്ടാളക്കാരെ മുഴുവൻ അവിടെ തന്നെ ഇട്ടു. അവർ നരകിച്ച് പുഴുത്തല്ലേ ചത്തത്. ആ വാക്കുപയോഗിച്ചാലും ക്ഷമിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയാം, ഈ ട്രംപ് ഇതിനകത്തെല്ലാം പറഞ്ഞു ശരി, എല്ലാം നല്ല കാര്യം. 4 വർഷം ഇനി ഇല്ലല്ലോ ട്രംപിന്. ട്രംപ് മാറും, പുതിയൊരു ബൈഡനോ കമലയോ ആരെങ്കിലും വരും. അമേരിക്കയുടെ പോളിസി നേരെ ദോശ മറിച്ചിട്ട പോലെ തിരിയില്ലേ? തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എഗ്രിമെൻറ്റിന് എന്ത് വാല്യൂ ഉള്ളത്? ഇനി അത് തന്നെയല്ല, പാകിസ്ഥാൻ്റെ ഭരണകൂടം മാറില്ലേ? നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര അനുഭവങ്ങളാണ് അഭിലാഷ. 2008 നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പട്ടാളക്കാരെയെല്ലാം പിടിച്ചോണ്ട് പോയിട്ട് ബോർഡറിലിട്ട് തല വെട്ടി കണ്ടിച്ചേച്ച് അവർ അവിടെ ഇട്ട് ഫുട്ബോൾ കളിച്ചില്ലേ? ആ ഫുട്ബോൾ കളിച്ചു, അതെല്ലാം നമ്മൾ ക്ഷമിച്ചില്ലേ? അത് കഴിഞ്ഞ് ഉറി അറ്റാക്ക് ഉണ്ടാകുന്നു, പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നു, പഠാൻകോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ കൊച്ചുകുട്ടികളുടെ ചെവിക്ക് പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് കറക്കിയിട്ട് നമ്മൾ ക്ഷമിച്ചില്ലേ, വിട്ടില്ലേ? എന്നിട്ട് പാകിസ്ഥാൻ നന്നായോ? ഇനി നന്നാകുമെന്ന് എന്താ പ്രതീക്ഷ? നേരത്തെ ശ്രീ മോഹൻ തോമസ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ വെറും പഞ്ചാബ് മാത്രമായിട്ട് ഒതുങ്ങുമെന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സൗദി അറേബ്യയും അമേരിക്കയും പാകിസ്ഥാനും എല്ലാവരും കയറി ഇടപെടുന്നത്. ആ ഒരു അവസ്ഥയിലല്ലായിരുന്നോ നമുക്ക് അവരെ വേണ്ടത്? 5 or 6 കഷ്ണങ്ങളായിട്ട് പാകിസ്ഥാനെ മുറിച്ചിട്ട് ഈ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ നമ്മൾ ഭൂട്ടാനെയും അഫ്ഗാനിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തിയിട്ട് ഈ പഞ്ചാബ് എന്ന് പറയുന്ന ഏറ്റവും കൊനഷ്ട പിടിച്ച ആ ഒരു പ്രദേശത്തിനെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തിയിട്ട് ഈ പ്രശ്നം എന്നത്തേക്കായിട്ടും പരിഹരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഇത് ചൈനയുടെ ആയുധങ്ങളുടെ ഫേസ് സേവ് ചെയ്യാനോ നമുക്ക് ആരുടെയെങ്കിലും ഫേസ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ? ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു, നടന്നില്ല. ഇസ്രായേലിൻ്റെ യുദ്ധം നിർത്താമെന്ന് പറഞ്ഞു, നടന്നില്ല. എന്നിട്ട് ട്രംപിൻ്റെ ഫേസ് സേവ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് വരെ നമ്മൾ പറയുന്നു ഒരു മീഡിയേഷൻ സമ്മതിക്കുന്നില്ല കാശ്മീർ പ്രശ്നത്തിൽ. ഇത് നമ്മൾ മീഡിയേഷൻ അനുവദിച്ചു എന്നുള്ളതിൻ്റെ തുല്യം തന്നെയാണ്. ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വരും. സമാധാനം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. APJ അബ്ദുൽ കലാം ആയിരുന്നു നമുക്ക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBMs വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അന്ന് സർക്കാർ ചോദിച്ചു, കലാമേ നമുക്ക് ആ പടം ഒരു ശത്രു ഉള്ളത് പാകിസ്ഥാന്. 1000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പ്രശ്നമല്ലല്ലോ. അന്ന് ചൈനയുമായിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ലെന്നായിരുന്നു നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം APJ അബ്ദുൽ കലാം പറഞ്ഞത് എത്രയധികം നമുക്ക് സൈനികമായിട്ട് നമ്മൾ ശക്തരാണോ, എത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള മിസൈൽ നമ്മുടെ കയ്യിലുണ്ടോ, എത്രയധികം ന്യൂക്ലിയർ പവർ നമ്മുടെ കയ്യിലുണ്ടോ, അത്രയധികം ഇൻ്റർനാഷണൽ മാറ്റേഴ്സിൽ ഇന്ത്യക്ക് ബാർഗെയിനിങ് പവർ കൂടും. ഇന്ന് നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ചൈനയും പാകിസ്ഥാനും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലേ 2.5 ഫ്രണ്ട് 2.5 ഫ്രണ്ട് വാറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഇതിനു മുമ്പ് നമ്മുടെ ഡിഫൻസ് ചീഫ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇന്ന് ഇത്രയില്ലാത്തൊരു പാകിസ്ഥാൻ വന്ന് കണ്ണൂരിട്ടിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് തന്നെയാണോ എന്നറിയില്ല, ആരോ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതോ ശ്രീ മോഹൻ തോമസ് ആണോ എനിക്ക് ഓർമ്മയില്ല. ആരായാലും ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഇന്ത്യ, ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ. പക്ഷേ അവര് വെച്ച കല്ലിന് നമ്മൾ തേങ്ങ ഇടിക്കാം. അവിടെ പക്ഷേ ശ്രീ രഘുനാഥ് നായരുള്ള പ്രശ്നം ഒന്ന്, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനാണ്. ആ ആക്ഷനെ കുറിച്ച് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അന്ന് വിക്രം മിശ്രി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഡിറ്റർ ചെയ്യാനും പ്രിയംപ്റ്റ് ചെയ്യാനും പാകിസ്ഥാന്റെ ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്നുള്ള ആക്രമണത്തിന് ഒരു ഡിറ്ററൻസ് അതാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അറ്റാക്കേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഇത് എങ്ങനെ നീണ്ടുപോയെന്ന് ചോദിച്ചാൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം വന്നു, അപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു, വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം വന്നു, വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു. ഇതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇന്ത്യയുടെ ആദ്യത്തെ പൊസിഷനിൽ തന്നെയല്ലേ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇതൊരു ഫുട്ബോൾ മാച്ചാണോ? ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു, അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു, പിന്നെ ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു, പിന്നെ ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു, അവസാനം സമനിലയിൽ പിരിഞ്ഞു. അങ്ങനെയാണോ നമുക്കിത് കാണേണ്ടത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്നും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പറയുന്നു കാശ്മീരാണ് ഞങ്ങളുടെ പ്രശ്നം, കാശ്മീർ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നമുണ്ടാകും. പിന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ പൊളിറ്റീഷ്യൻസുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല, പാകിസ്ഥാൻ ഭരിക്കുന്ന മിലിറ്ററി ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി വേറെ ഒരു തീവ്രവാദി മിലിറ്ററി ചീഫായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഈ നുഴഞ്ഞു കയറ്റവും ആക്രമണവും എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായിട്ട് നമ്മൾ പരിഗണിക്കുമെന്ന്. ഈ ആക്രമണത്തിനെ എന്തുകൊണ്ട് യുദ്ധമായിട്ട് പരിഗണിച്ചുകൂടാ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ലോകത്തിൽ എത്രയോ ഭാഗങ്ങളിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്.
ഇതിലെവിടെയാണ് ഒരു ഒഫീഷ്യൽ വാർ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്? ഒരു യുദ്ധപ്രഖ്യാപനം റഷ്യയുടെ യുദ്ധത്തിൽ, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വന്നിട്ടുണ്ടോ? ഇസ്രായേലും മറ്റുള്ള ഹമാസുകളും ഹൂത്തികളും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഡിക്ലറേഷൻ വന്നിട്ടുണ്ടോ? വാർ ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഒഫീഷ്യൽ വാർ ഡിക്ലറേഷൻ, വി ആർ അറ്റ് വാർ എന്നൊരു ഡിക്ലറേഷൻ ഇപ്പം നടക്കുന്നില്ല എങ്ങും. അപ്പോൾ ഇതിൻ്റെ എസ്കലേഷനെ നമുക്കപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ നമ്മൾ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ ചെയ്തത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ഉള്ള ഒരു മിലിറ്ററി ആക്ഷൻ ആയിട്ടല്ല, ഒരു മിലിറ്ററി ടാർഗറ്റും ഇന്ത്യയുടെ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് ടെററിസം ലോഞ്ച് പാഡുകൾ, ടെററിസ്റ്റുകളുടെ ഹൈഡൌട്ടുകൾ, ഇത് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അത് പാകിസ്ഥാന്റെ ടെറിട്ടറിയിലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനെയും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഒരു സൈനിക നീക്കം എന്നതിനെ പറയാൻ കഴിയില്ല. അതാണ് വിക്രം മിശ്രി വിശദീകരിച്ചത്. ഇത് ടെററിസത്തിനെതിരെയുള്ള ഞങ്ങളുടെ ഡിറ്ററന്റ് ആണ് എന്ന്. അത് നടന്നു. അതിനുശേഷം പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചു, അപ്പോൾ അതിന് മറുപടി കൊടുത്തു. അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇത് എസ്കലേറ്റ് ചെയ്യില്ല എന്ന് ലോകത്തിന് കൊടുത്തുള്ള വാക്കല്ലേ. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ആയ രാജ്യമാണ്. അത് ഇന്ന് രാവിലെ എസ് ജയശങ്കർ ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ലോകത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പൊസിഷൻ തുടർന്നു. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ ലോകത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ഇന്ത്യ കാണിക്കുമ്പോൾ ലോകത്തിന് ഇന്ത്യയോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു യു എൻ തന്നെ ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനം വേണമെന്ന് പറഞ്ഞു, അതിനകത്ത് ഇടപെട്ടു. അതേസമയത്ത് ഇവിടെ 26 പേരെ മതം ചോദിച്ച് തുണി പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അന്ന് യു എനിൽ ഇടപെടണ്ടായിരുന്നു. ഈ ലോകത്തിന് അത് നമ്മുടെ അതേ വിദേശകാര്യമന്ത്രി ജയശങ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിൻ്റെ പ്രോബ്ലം ലോകത്തിൻ്റെ പ്രശ്നമാണ്, ലോകത്തിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ പ്രോബ്ലം അല്ല എന്ന്. അപ്പോൾ ആ ഒരു നിലപാടിൽ ലോകം നിൽക്കുമ്പോൾ നമ്മൾ എന്തിനെ മൈൻഡ് ചെയ്യണത്? ഈ ഒരു ചാൻസിൽ ഞാൻ പറയാം, നമുക്കൊരു 10 ദിവസം കൂടെ പോരായിരുന്നു. ഇതിനെ 10-12 കഷ്ണമായിട്ട് മുറിച്ചങ്ങ് വിട്ടുകൊടുക്കണം. ഒരു ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കഷ്ണം, പഷ്തൂണിന് വേറൊരു കഷ്ണം, വേണേൽ അഫ്ഗാനിസ്ഥാൻ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് വേറൊരു കഷ്ണം, പിന്നെ POK മറിച്ചു മാറ്റി അത് വേറൊരു കഷ്ണം ആക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ. ഒരു കാരണവശാലും പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എടുക്കത്തില്ല. അപ്പം ഞാനൊരു മുൻ സൈനികൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ എൻ്റെ ഒരു തോന്നലാണ്, ഞാൻ ഇന്ന് ഫോഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം ഡീമോറലൈസ്ഡ് ആയനെ. ഇത്രയും വലിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ട് തീർച്ചയായിട്ടും ഇതൊരു കഷ്ടമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് നമ്മുടെ ബ്രിഗേഡിയർ ഗോകുൽ സാറ് നമ്മൾ ആദ്യമേ തന്നെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഐ എം 100% വിത്ത് ഹിം. ഒരു രാജ്യസുരക്ഷയുടെ ആംഗിളിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ ദിസ് വാസ് ദ മോസ്റ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മൾ വിട്ട് കളഞ്ഞത് അങ്ങേയറ്റത്ത്. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ 1971 മണ്ടത്തരം കാണിച്ചു, പൃഥ്വിരാജ് ചൗഹാൻ 17 പ്രാവശ്യം മണ്ടത്തരം കാണിച്ചു. ഇപ്പോഴും നമ്മൾ അത് തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വെള്ളരിപ്രാവായിട്ട് ലോകസമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നിന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അരി കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുള്ള രാജ്യമാണിത്. അപ്പം നമുക്കെന്ത് നേടി, നമ്മളെന്ത് നേടി, വാട്ട് വി അച്ചീവ്ഡ്? ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഷോയിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു? വാട്ട് ഒബ്ജക്റ്റീവ് വി ഹാവ് അച്ചീവ്ഡ്? യെസ്, ഓക്കെ, അതാണ് ഉയരുന്ന ചോദ്യം. ഇവിടെ ഇപ്പോൾ ശ്രീമതി ലിസ് മാത്യു, എന്തുകൊണ്ട് യുദ്ധം നിർത്തി പാകിസ്ഥാനെ കുറെ കൂടി പാഠം പഠിപ്പിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം. ഇപ്പോൾ BJP ആണ് രാജ്യം ഭരിക്കുന്നത്. ആ പാർട്ടിയെ ആഭ്യന്തരമായി ഒരുപക്ഷെ നേരിടാം. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളിൽ വളരെ തീവ്രമായ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയുന്ന ഗ്രൂപ്പുകളും അതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അങ്ങനെ ചില അപഭ്രംശങ്ങളും ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി, അതായത് പാകിസ്ഥാനെ കുറെ കൂടിയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് അത് പാഴാക്കിയില്ലേ എന്നൊരു ചോദ്യം കൂടി. ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ അകത്തു നിന്നല്ല, മറിച്ച് ഈ റൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന്, അതിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാമോ? തീർച്ചയായിട്ടും ഇന്റേണലി അവർക്ക് ഒത്തിരി കുറേയേറെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഇന്ത്യ അത് കഴിഞ്ഞ് നമുക്കറിയാം, ഇന്ത്യ ഇപ്പോഴും നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ഈ ഒരു സീസ് ഫയറിന്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുള്ളൂ. അതിന്റെ ഒരു അടുത്ത സെക്കൻഡ് റൗണ്ട് ഓഫ് ഡിസ്കഷൻ DGM 12-ാം തീയതി നടക്കും. പക്ഷെ അവര് പറയുന്ന ഇപ്പോഴും ഇറക്കിയ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നത്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ റീച്ച്ഡ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ആഫ്റ്റർ പാകിസ്ഥാൻ സൈഡ് റീച്ച്ഡ് ഔട്ട് ടു ഇന്ത്യ. There are no preconditions and post-conditions. Indus Water Treaty remains in abeyance and all other measures remain suspended. India's position on terrorism remains the same. എന്നാണ് പറയുന്നത്. ഇന്ത്യ എടുത്തിരുന്ന സ്റ്റാൻഡ് എന്താണ്? നമ്മള് we don't want war, but we want to do some counter operation for the terrorism thing. We attacked 9 terrorist bases.
and we said that ഇതാണ് നമ്മളുടെ നേട്ടം എന്ന് നമ്മൾ കാണിച്ചു, demonstrated. We have demonstrated before the world that we have achieved this. അത് കഴിഞ്ഞിട്ട് നമ്മള് we are not a war mongering country അല്ല. അങ്ങനെയാണ് നമ്മളുടെ എണ്ണത്തെയും. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആർമിയിലുള്ള ആൾക്കാർക്ക്, ആംഡ് ഫോഴ്സസിലുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് ഒരു കുറച്ച് ഡിമോറലൈസ്ഡ് ആയിട്ട് തോന്നും. കാര്യം അവർക്ക് ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് തീരുമാനമെടുക്കുന്നത്. അത് എന്നാൽ തന്നെയും അത് ഇവിടെ ആർമിയിൽ ആം ഫോഴ്സസിലുള്ളവർക്ക് തീർച്ചയായിട്ടും തോന്നും ഇത് ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനേക്കാളും അല്ലെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരെക്കാളും ഇതിനകത്തുനിന്ന് ഉണ്ടാകാവുന്ന നാളെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയും എന്തുമാത്രം ഇത് തിരിച്ചു വരാം എന്നുള്ളതിനെ പറ്റിയുമുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ ഈ നമ്മൾ ഒരു റെസ്പോൺസിബിൾ കൺട്രിയാണ്. നമുക്ക് ഇന്റർനാഷണൽ ഇപ്പൊ അമേരിക്കയെ പോലെയുള്ള രാജ്യത്തെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനുള്ള ആൾക്കാരെ കൺട്രീസ് ഒക്കെ ഇപ്പോഴെന്താണ് പറയുന്നത്, ഞങ്ങൾ ഒരു സമയത്ത് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതായത് നമ്മളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് വെച്ചതുകൊണ്ട് ഏത് യൂറോപ്യൻ കൺട്രീസിനെ നോക്കുകയാണെങ്കിലും അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം, ഈ ഉക്രൈൻ ഇത് ഇഷ്യൂ വന്നതിന് ശേഷം എല്ലാവരും അവരുടെ ഡിഫൻസ് പർച്ചേസ് കൂട്ടി. എന്തുകൊണ്ടാണ്? അവർക്ക് മനസ്സിലായി വി ഹാവ് ടു ബി ഓൺ അവർ ഓൺ. അങ്ങനെ ഇന്റർനാഷണൽ ഗ്ലോബൽ സിനാരിയോ മാറുമ്പോൾ പല കോംപ്രമൈസുകളും പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തേണ്ടി വരും. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ഗെയിം. അതുകൊണ്ടല്ലാതെ ഇപ്പം ശരിയാണ്, പ്രതിപക്ഷവും ചോദ്യങ്ങൾ ഉയർത്തും, ഗവൺമെന്റിന് ഇതിന് മറുപടി കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മളെ പഹൽഗാം അറ്റാക്ക് വന്നു, നമ്മളത് തിരിച്ച് ടെററിസ്റ്റ് ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തു. Okay, we don't want, we are not attacking military bases, we don't want any military installation attack, ഒന്നുമില്ല. പക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് we have the right to protect, we have the right to defend and we have the right to retaliate. ഇതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ്. ഇന്ത്യ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചല്ല നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടേ ഞങ്ങൾ നിർത്തുള്ളൂ. But we cannot be so irresponsible. We cannot. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യമല്ല. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ചൈനയുടെ സപ്പോർട്ട് ഉണ്ട്, ടർക്കിയുടെ സപ്പോർട്ട് ഉണ്ട്. ഈ പറയുന്ന സൗദി അറേബ്യ പോലും ന്യൂട്രൽ ആയിട്ടാണ് നിന്നിരിക്കുന്നത്. അവർ ഇതിനകത്ത് 2019 ബാലക്കോട്ട് കഴിഞ്ഞപ്പോഴും സൗദി അറേബ്യയാണ് രണ്ട് രാജ്യങ്ങളെയും കൂട്ടി നിർത്തി സംസാരിച്ചത്. ഒരു പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഇത്തരം രാജ്യങ്ങൾ ഇവിടെ ഈ പറയുന്ന കുവൈറ്റ്, ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പലതും എന്താണ് സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അറിയാമായിരിക്കും. നമുക്കതിന് വി കനോട്ട് അഫോർഡ്. നമ്മളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് നമ്മളുടെ ഇന്ത്യ ഒരു ഇക്കണോമിക് ഫോഴ്സ് ആവാൻ നോക്കുമ്പോൾ നമ്മൾ അത് യുദ്ധം ചെയ്ത് തീർക്കാനായിട്ടല്ല. അതേസമയം നമ്മൾ പ്രിപ്പയർഡുമായിരുന്നു. പ്രധാനമന്ത്രി സെക്രട്ടറിമാരോട് നടത്തിയ മീറ്റിംഗിലും എല്ലാ മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞു തന്നെ ഇറ്റ് ക്യാൻ ബി എ ലോങ് ഹോൾ തിങ്. ഇപ്പോ ഇവിടെ ആരോ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും എന്താണ് ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് റിയാക്ട്. ഇപ്പൊ ചെറിയ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അക്നൂർ പോലെ സ്ഥലത്ത് വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ളത്. അത് നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിന്റെ അകത്ത്. പക്ഷെ നമ്മൾക്ക് ഇന്റർനാഷണലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ ഈസ് റെസ്പെക്ടഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റാൻഡ് ഓൺ ടേക്കിംഗ് വെദർ ഇറ്റ് ഈസ് ന്യൂക്ലിയർ പവർ ഓർ വെദർ ഇറ്റ് ഈസ് ഇത്തരം ബയലാറ്ററൽ ഇഷ്യൂസിലാണെങ്കിലും ഇന്ത്യ റെസ്പോൺസിബിൾ കൺട്രി ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്തരമുള്ള പാകിസ്ഥാനിൽ ഇല്ലാത്ത പല പ്രശ്നങ്ങളും നമുക്കില്ലാത്തത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ എ റെസ്പോൺസിബിൾ കൺട്രി. അതുകൊണ്ടാണ് അത് വി കനോട്ട് ഡു അവേ വിത്ത് ദാറ്റ്. there are certain principles, there are certain values we have to stand by that. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് ആലോചിച്ചാൽ പാകിസ്ഥാൻ എത്രമാത്രം ആശ്വാസകരമായിരിക്കും ഈ വെടിനിർത്തൽ? അവരുടെ 1 ബില്യണിന്റെ ബെയിൽ ഔട്ട് പാക്കേജ് IMF അംഗീകരിച്ചത് തന്നെ ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന പ്രീ കണ്ടീഷൻ US വെച്ചതിന് ശേഷമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അവർ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്ന് മാത്രമല്ല BLA ബലൂച്ച് ലിബറേഷൻ ആർമി വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്വറ്റ അടക്കമുള്ള നഗരങ്ങളിൽ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം ഞാൻ ഇതിനോടകം സൂചിപ്പിക്കുകയുണ്ടായി.
അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ സിവിലിയൻ ഭരണകൂടവും വളരെ വളരെ ദുർബലമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ സമവായ ചർച്ചകൾക്കായി മാർക്കോ റൂബിയോ ഇന്ന് വിളിച്ചത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ നേരിട്ടാണ്. അപ്പോൾ നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ടാണ് സ്റ്റേറ്റ് സെക്രട്ടറി സംസാരിക്കുക. ഏത് ജനാധിപത്യ രാജ്യത്തെയും സംബന്ധിച്ച് അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ പാകിസ്ഥാന്റെ സൈനിക മേധാവിയുമായി അസീം മുനീറുമായി മാർക്കോ റൂബിയോ നേരിട്ട് ചർച്ച നടത്തുന്നു. അതിനുശേഷം 3:30 പാകിസ്ഥാന്റെ DG ഇന്ത്യയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുമായി അമേരിക്ക നേരിട്ട് എൻഗേജ് ചെയ്തത് പോലും നമ്മൾ കണ്ടു. അപ്പോൾ പാകിസ്ഥാന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എത്ര ആശ്വാസകരമാണ് ഇന്നത്തെ വെടിനിർത്തൽ? ഇത് ശ്രീ അഭിലാഷ്, ഇത് വളരെ വളരെ രസകരമായ ഒരു അന്തരീക്ഷമാണിത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം. ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രഥമ ദൃഷ്ടിയ പാകിസ്ഥാൻ ഈസ് ലെറ്റ് ഓഫ് ദ ഹുക്ക് എന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാന്റെ മിലിറ്ററി ജനറലിനെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചു എന്ന് പറയുമ്പോൾ ഓരോ പാകിസ്ഥാൻ പൗരന്റെ മുഖമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതങ്ങനെയാണ്. കാരണം ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ലീഡർഷിപ്പ് ചില പ്രോട്ടോക്കോളുകളുണ്ട് ശ്രീ അഭിലാഷ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ചില മാന്യതകളുണ്ട്, ചില പ്രോട്ടോക്കോളുണ്ട്. ഈ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിക്ക് സൈനിക മേധാവിയെ വിളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ എവിടെയാണ് ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റ് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇത് വാച്ചിങ് അല്ലേ, ലോകരാഷ്ട്രങ്ങൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രോട്ടോക്കോളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് കാര്യം നടക്കുക എന്നത് ഇപ്പോൾ തലയൂരാൻ പറ്റി, പാകിസ്ഥാൻ തലയൂരാൻ പറ്റി. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള 2 പാനലിസ്റ്റുകളുടെ വികാരം എനിക്ക് മനസ്സിലാകും. സൈനിക പശ്ചാത്തലമുള്ളവർക്ക് തീർച്ചയായിട്ടും എത്രത്തോളം വികാരമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. യു കോൾ ഇറ്റ് 1 foot down പ്രിൻസിപ്പിൾ. കാരണം നമ്മൾ ഹൃദയശുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും അഡ്വാൻറ്റേജിയസ് മിലിറ്ററി പൊസിഷൻ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നാം. അതുകൊണ്ടാണ് 1 foot down എന്ന് പറയുന്നത്. ബ്രെയിൻ അല്ല, അവിടെ ഹാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലുക്ക് ആൻഡ് റിയാക്ട് വിത്ത് ദ ബ്രെയിൻ. അവിടെ നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രയോറിറ്റീസ് എന്തായിരുന്നു? ഇന്ത്യയുടെ പ്രയോറിറ്റി പാകിസ്ഥാനെ കംപ്ലീറ്റ്ലി ഡെസിമേറ്റ് ചെയ്യുക എന്നതായിരുന്നില്ല. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഗ്ലോബൽ ടെറർ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ക്രോസ് ബോർഡർ ടെറർ അത് അവസാനിപ്പിക്കണം, കഴിയുമെങ്കിൽ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതുകൊണ്ട് കറക്റ്റ് പ്രിസിഷനോടുകൂടി മെഷേർഡ് റെസ്പോൺസ് എന്ന നിലയിലാണ് 4 ദിവസം മുൻപ് ഈ 9 താവളങ്ങളിൽ ഭീകര ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. അപ്പം അത് അടുത്ത ലെവൽ ഓഫ് എസ്കലേഷനിലേക്ക് പോയാൽ എന്താണ് പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് ആക്ഷൻ ആൻഡ് വാട്ട് ആർ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രയോറിറ്റീസ്, അതേക്കുറിച്ചും ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ശ്രീമതി ലിസ് മാത്യു പറഞ്ഞത് ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ പവർ. അല്ലാതെ എന്തും ചെയ്യാനാവില്ല, എവിടെയെങ്കിലും കൊണ്ട് ബോംബിടാനാവില്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നതല്ല ഇന്ത്യയുടെ ഉദ്ദേശം. ഇന്ത്യയുടെ മസിൽ പവർ, മിലിറ്ററി മസിൽ ഒന്നാന്തരമായി ഡിസ്പ്ലേ ചെയ്തു. ഒരു ആക്ച്വൽ വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി, നമ്മുടെ ഡിഫൻസ് കേപ്പബിലിറ്റീസ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഇതളക്കാൻ പറ്റൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈച്ച് കോൺഫ്ലിക്റ്റ് ഈസ് എ സ്റ്റഡി ഓപ്പർച്യൂണിറ്റി ഓൾസോ. കാരണം ഇന്ത്യ ഇന്നലെ മുളച്ച തകരയല്ല. ഇന്ത്യ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വന്ന് 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യമാണ്. ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഇപ്പം 2024 വികസിത ഭാരതം സൃഷ്ടിക്കും എന്നാണല്ലോ ഇപ്പോൾ ഭരണ നേതൃത്വം പറയുന്നത്. ഇതൊക്കെ സാധ്യമാകണമെങ്കിലും അല്ലെങ്കിൽ 3ാമത്തെ വലിയ ഇക്കോണമിയിലേക്ക് 2 വർഷം കഴിഞ്ഞ് ഭാരതത്തിന് എത്തിച്ചേരാൻ കഴിയണമെങ്കിലും ഗ്രോത്ത് നിലനിർത്താൻ കഴിയണം. 6.5 എന്ന നമ്മുടെ ഗ്രോത്ത് നിലനിർത്താൻ കഴിയണം. കഴിഞ്ഞ 20 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ 5 മുതൽ 7% വരെ കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ട്. അത് അധിക ലോകരാജ്യങ്ങൾ ക്ലെയിം ചെയ്യാനാവാത്തതാണ്. ആ ഒരു ഗ്രോത്ത് ട്രാജക്ടറിയിൽ നിന്നും യുദ്ധത്തിലേക്ക്, നിരന്തരം തുടരുന്ന ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ തൽക്കാലത്തേക്ക് പാകിസ്ഥാനെ അവസാനിപ്പിക്കാനൊക്കെ കഴിയുമെന്നൊരു ചിന്തയുണ്ട്. അത് ചിലപ്പം സാധിക്കും. ബലൂചിസ്ഥാനെ വിഘടിപ്പിച്ച് മാറ്റാൻ കഴിയും. ഒരുപക്ഷെ ഖൈബർ പഖ്തൂൺഖ പോലും വിട്ടുപോകുന്ന ഘട്ടം ഉണ്ടാകും. പക്ഷേ എ ഡീസ്റ്റെബിലൈസ്ഡ് നെയ്ബർ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ആൻ ഓർഗനൈസ്ഡ് നെയ്ബർ. ചില സമയത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ലേൺ, ബോത്ത് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഹാവ് ടു ലേൺ ടു വർക്ക് ടുഗെദർ ഇൻ ദ സബ് കോണ്ടിനെന്റ്. ഇവിടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. അവിടെ ഒരു ഇപ്പം ഇന്ത്യ വ്യക്തമായിട്ട് സൂചന നൽകിയല്ലോ. ഇന്ത്യ ഇപ്പം കരാറിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ജലം ഇപ്പോഴും ഒരു ബോംബായി പാകിസ്ഥാന്റെ മുകളിൽ ഒരു ഡെമോക്രസ് വാർഡായി ജലം നിൽക്കുന്നു.
കരാർ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ പിന്നോട്ട് വരും. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അഖ്നൂരിലും പൂഞ്ചിലും രജൌറിയിലും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്. സൈനിക പോസ്റ്റുകൾക്ക് നേരെ, ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിവെക്കുകയാണ്. തിരിച്ചു വെടിവെക്കാൻ BSFന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ കാര്യം പാക് റേഞ്ചേഴ്സ് അറിഞ്ഞിട്ടില്ലേ ആവോ? എന്തായാലും നമുക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ഗോകുൽ, ഇപ്പോൾ അതിർത്തിയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി അല്ല ജമ്മു ആൻഡ് കാശ്മീരിൽ, മറിച്ച് ലൈൻ ഓഫ് കൺട്രോൾ ആണ്, നിയന്ത്രണ രേഖയാണ്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നിരന്തരമായി ഇങ്ങനെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാറുണ്ട്, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടി ഉതിർക്കാറുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ദിവസം തന്നെ റേഞ്ചേഴ്സ് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് എന്തിനായിരിക്കും? അതാണ് ഇത്രയും നേരം ഞാനും ശ്രീ രഘുനാഥ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ. അത് ഇത് വന്നിട്ട് ഒരു നമ്മുടെ മക്കളുടെ മക്കൾ ഈ കമ്മിങ് ജനറേഷൻസ് ഇത് വന്നിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു സിവിലിയൻസിന് നേരെയല്ല വെടിവെക്കുന്നത്, അതിർത്തിയിലാണ്, പോസ്റ്റിലാണ് വെടിവെക്കുന്നത്. അപ്പോൾ പോസ്റ്റിൽ ആരാ നിൽക്കുന്നത്? നമ്മുടെ BSF ജവാന്മാരാണ്. അപ്പോൾ സിവിലിയൻസിന് മാത്രം വെടിവെക്കുക, അവർക്ക് നഷ്ടം വരുത്തുക മാത്രമല്ല നഷ്ടം. ഒരു BSF ജവാൻ അവിടെ വെടിയേറ്റ് മരിച്ചാലും അതൊരു മരണം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ ലിസ്മാം പറഞ്ഞ പോലെ വി ആർ റെസ്പോൺസിബിൾ നേഷൻ. ചെറിയ വെടിവെപ്പൊക്കെ നമുക്ക് നേരിട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. നമുക്ക് ഇനിയിപ്പോൾ IPL വീണ്ടും തുടങ്ങും, IPL വാച്ച് ചെയ്യാം. നമ്മൾ സണ്ണി ജോസഫ്, അടൂർ പ്രകാശിൻ്റെ ചർച്ച ഒന്നും നമ്മൾ ചെയ്തിട്ട് അല്ല, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. എയ്തർ കിട്ടിയ ആ ചാൻസ് നമുക്ക് ഉപയോഗപ്പെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ആസ് യൂഷ്വൽ വിൽ ഗോ ബാക്ക് ടു നോർമൽ, വാച്ച് IPL, വാച്ച് പ്രൈം ടൈം ഡിബേറ്റ് ഓവർ പൊളിറ്റിക്സ് എന്നിരിക്കാം. അല്ല, DGMO തല ചർച്ച മറ്റന്നാൾ തിങ്കളാഴ്ച 12 മണിക്ക് നടക്കാൻ പോവുകയാണ്. അതായത് ഇത് വെടിനിർത്തൽ രണ്ടു കൂട്ടരും എഗ്രി ചെയ്തു എന്ന് കരുതി ഇപ്പോൾ സകലതും ഇതുകൊണ്ട് അവസാനിച്ചു, ഇനി ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്നില്ല. അല്ല, വിത്തൗട്ട് ദ സീസ് ഫയർ ഈസ് വിത്തൗട്ട് എനി പ്രീ കണ്ടീഷൻ ആൻഡ് പോസ്റ്റ് കണ്ടീഷൻ ആണ്. വൈ വി ഷുഡ് ആഡ് സച്ച് വേർഡ്സ് വെൻ വി ആർ ഗിവിംഗ് എ സ്റ്റേറ്റ്മെന്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു ഉപാധിയും ഇല്ലാതെ, പിൻ ഉപാധികൾ ഒന്നും ഇല്ലാതെ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തോന്നും ഇന്ത്യ ബാക്ക് ഫുട്ടിലായിരുന്നു, ഇന്ത്യക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, പാകിസ്ഥാൻ്റെ അറ്റാക്ക് ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു ഉപാധിയും ഇല്ലാതെ, പ്രീ കണ്ടീഷൻ പോസ്റ്റ് കണ്ടീഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ നിർത്തുകയാണ്. ഇനി എന്ത് ചർച്ച നടന്നാലും ഒരു തേർഡ് പാർട്ടി മധ്യസ്ഥയിൽ ചർച്ച നടക്കുമ്പോൾ ഓക്കെ, തേർഡ് പാർട്ടി മധ്യസ്ഥയിലുള്ള ചർച്ച ഇന്ത്യ ഒരു കാലത്തും അംഗീകരിക്കാത്ത കാര്യമാണ്. ഇവിടെയും ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇത് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും അഭിലാഷ് ഈ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് വന്നിട്ട് ഒരു തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ഇല്ലാതെ ഈ മീഡിയേഷൻ നടക്കില്ല. ഇറ്റ് വിൽ ബി ഇൻ എ ഫോറിൻ സോയിൽ. അവർ ബാക്ക് ഡോറിൽ കൂടി ഇപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ DGMOമാർ സംസാരിച്ചപ്പോഴും ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു? ഇവർ സംസാരിച്ച കാര്യമൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് ആരുടെ ട്വീറ്റാണ് ആദ്യം വന്നത്? ട്രംപിൻ്റെ ട്വീറ്റ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഇടപെടലില്ലാതെ അല്ലെങ്കിൽ US-ൻ്റെ ഒരു ഇടപെടലില്ലാതെ നമ്മുടെ DGMOമാർ ഒരിക്കലും സംസാരിച്ച് കാണില്ല. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ ട്രംപിന് ആദ്യം തന്നെ ആ വിവരം കിട്ടിയത്. ഇനി നടക്കുന്ന ചർച്ചകളും ഇതിനെ ബേസ് ചെയ്തായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ഇനി നമുക്ക് നടക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയാണല്ലോ, നഷ്ടങ്ങളൊന്നും വരില്ല. ഇനി ഒരു തീവ്രവാദ ആക്രമണത്തിൽ, പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തീവ്രവാദ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ ഒരാൾ പോലും മരിക്കില്ലെന്ന് മാത്രമല്ല, ചെറിയ ഒരു ഇഞ്ചുറി പോലും ഏൽക്കില്ല എന്നൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്യാം, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കഴിഞ്ഞ 30 വർഷമായി ഭീകരവാദം ഉണ്ട്, അത് ഒരു വസ്തുതയാണ്, നമുക്കറിയാം. ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭീകരവാദത്തെ സമൂലമായി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം എന്നുള്ളതൊരു ഘടകമാണല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്ത് ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് കൺട്രിക്ക്, ആവർത്തിച്ച് ഇന്ത്യ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിൾ കൺട്രിക്ക് ഇതിനപ്പുറത്ത് എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ വേറെ ഒന്നും, ഞാൻ രഘുനാഥ് സാർ പറഞ്ഞ പോലെ 6 വിഭജിക്കുക 8 വിഭജിക്കുക ഇതൊന്നുമല്ല. ഈ സീസ് ഫയർ എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഒരു 5 അല്ലെങ്കിൽ ഈ പാൽഗാം അല്ല 6 പേരുണ്ട്, 6 തീവ്രവാദികൾ, ഇവരെ കൈമാറുക, ഇവരാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൈമാറുക, ഇതാണല്ലോ പ്രധാനം. അത് വഴിയെ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന, സിന്ദൂർ അതിൻ്റെ പേരിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നു. അത് ശരിക്കും നടപ്പിലാക്കണമെങ്കിൽ 6 പേരെയും നമ്മുടെ കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ 6 പേരും മരിക്കണം, എന്നാലേ അതിനൊരു ഇതുണ്ട്. തീവ്രവാദികൾ, നമ്മുടെ പേരെടുത്ത് പറയുന്ന തീവ്രവാദികളൊക്കെ ഇന്നും ജീവനോടുകൂടി പാകിസ്ഥാനിലുണ്ട്, അവരെ കൈമാറുക ഇന്ത്യയിലേക്ക്.
ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വയ്ക്കാമായിരുന്നു. ഓക്കെ, സീസ് ഫയറിന് ഞങ്ങൾ തയ്യാറാണ്, ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ mീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സീസ് ഫയറിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് എടുക്കാമായിരുന്നു. ഉപാധിരഹിതമായ വെടിനിർത്തൽ ഡിമോറലൈസിംഗ് ആണെന്നാണ് മുൻ സൈനികരുടെയും മറ്റുമൊക്കെ അഭിപ്രായം. അവരുടെ ആ വികാരത്തെ തള്ളിക്കളയുന്നില്ല. അതേസമയം തന്നെ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ട്. ഒരു രാജ്യം എന്നുള്ളതിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യമാണ്. 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്. രാജ്യത്തിൻ്റെതായ ഒരു പ്രതിച്ഛായയും ആഗോള രാജ്യങ്ങളുടെ മേലുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വേണു രാജാമണി, ശ്രീമതി ലിസ് മാത്യു, ശ്രീ എം ഇന്ദ്രബാലൻ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ രഘുനാഥ് നായർ, ശ്രീ ഗോകുൽ, എല്ലാവർക്കും വളരെ നന്ദി സൂപ്പർ പ്രൈം ടൈം പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.